നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ളതിന്. കുട്ടിക്കാലത്ത് എൻ്റെ അപ്പൂപ്പന് ശാന്തിയുള്ളയിൽ ഒരു മുറുക്കാൻ കടയുണ്ടായിരുന്നു. പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വന്ന ശേഷം അപ്പൂപ്പൻ ഇട്ടതാണ്. അപ്പോൾ നന്നായിട്ട് ബീഡി തീർക്കും. സ്വന്തമായിട്ട് വലിക്കാനുള്ള ബീഡിയൊക്കെ അപ്പൂപ്പൻ തന്നെ ഉണ്ടാക്കിയാണ് വലിക്കുന്നത്. അവിടെ വൈകുന്നേരങ്ങളിൽ പോയി സന്ധ്യയ്ക്ക് പോയി അപ്പൂപ്പന് ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അവിടെ കയറി നിൽക്കും കുട്ടിക്കാലത്ത്. അപ്പോൾ പല പ്രായത്തിലുള്ള പലരും വരും അപ്പൂപ്പനെ കാണാൻ. അപ്പൂപ്പൻ്റെ ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറിച്ചല്ലേ ഇങ്ങനെ ആന്ന് വാതുറന്ന് കേട്ടോണ്ട് നിൽക്കും. അങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്ന പലരിലും ഒരാളാണ് ഒരു എന്താ പറയുക, നല്ല സുമുഖനായ സമൃദ്ധമായ താടിയുള്ള ഒരു സന്തത സഹചാരി പോലെ എപ്പോഴും ഒരു കൊട കയ്യിലിങ്ങനെ തൂക്കിയിട്ട് നടക്കുന്ന ഒരു മാമൻ എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ എന്തൊക്കെയുണ്ട് സോമാവിശേഷങ്ങളെന്നൊക്കെ അപ്പൂപ്പൻ ചോദിക്കുമ്പോൾ അദ്ദേഹം ഓരോരോ കഥകൾ പറയും. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ കഥ, മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നിന്നും സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാകാൻ പോകുന്നു. ആ സിനിമയിൽ പട്ടാളക്കാരുടെ ഒരു ജീപ്പ് മറിയുന്ന രംഗമുണ്ട്. ഞാനിപ്പോൾ ആ ജീപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച്. ഇത്തിരി ചിലവുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ ആന്ന് കേട്ടോണ്ടിരിക്കും. അതുപോലെ തന്നെ ജീപ്പ് കൊണ്ടുപോയി സീനെല്ലാം എടുത്ത ശേഷം ബാലാജി ആണ് അതിൽ വാവരായിട്ട് അഭിനയിക്കുന്നത്. ഇന്ന് കോവളം കടപ്പുറത്ത് വാവരും അയ്യപ്പനുമായിട്ട് ഏറ്റുമുട്ടുന്ന, സംഭാഷണത്തിലൂടെ ഏറ്റുമുട്ടുന്ന സീനാണ് എടുത്തതെന്ന് പറഞ്ഞാൽ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണ്. ചിലപ്പോൾ ഒരു സിനിമാക്കാരനാവണമെന്നുള്ള മോഹം ഉദിച്ചത് ഇതുപോലുള്ള സംഭാഷണങ്ങൾ കേട്ടതിൽ നിന്നായിരിക്കണം. അതുപോലെ തന്നെ ശാന്തിവിളയിൽ നിന്ന് കുറച്ച് പേര് സ്വാമിയപ്പനിൽ അഭിനയിക്കാൻ പോയി. ശബരിമല സെറ്റിട്ടിരിക്കുന്ന മെരിലാൻഡിൽ ചെന്ന് അഭിനയിച്ചിട്ട് വന്ന് വൈകുന്നേരങ്ങളിലിരുന്ന് പറയുന്ന കഥകൾ ഇതുപോലെ തന്നെ കടയുടെ അവിടെ വന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കും ഞാൻ. തിയേറ്ററിൽ സിനിമ വന്നപ്പോൾ രാഘവൻ സഞ്ചരിക്കുന്ന ജീപ്പിൽ എന്താ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ച് പോട്ടെന്ന് എന്തൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടി അവർ കുറേ പട്ടാളക്കാർ ഫിറ്റായിട്ട് ഓടിച്ചു വരുന്നതും, അതിൽ നിന്ന് കുറച്ച് ദൂരം എത്തുമ്പോൾ രാഘവൻ ഇറങ്ങിപ്പോകുന്നതും ജീപ്പിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോകുന്നതും, കുറച്ചുകൂടെ ഇപ്പോൾ കഴിയുമ്പോൾ ഒരു കൊക്കയിലേക്ക് ജീപ്പ് മറിയുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അപ്പൂപ്പൻ പറ സോമ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് കേട്ടാൽ ആ സോമൻ എന്ന് പറഞ്ഞ ആളിനെ ഞാൻ ആരാധനയോടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചതാണ്. നമ്മൾ വളർന്ന് വരും തോറും ഇദ്ദേഹത്തെ നമ്മൾ കാണുമ്പോഴൊക്കെ എനിക്ക് സ്വാമി അയ്യപ്പനാണ് ഓർമ്മ വരുന്നത്. ഇത്തിരി വിവരങ്ങളൊക്കെ വെച്ച് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം മെരിലാൻഡ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ആർട്ട് സെക്ഷനിൽ. അങ്ങനെയാണ് അവിടെ ഈ ജീപ്പും ഒക്കെ ഉണ്ടാക്കുന്നത്. സുബ്രഹ്മണ്യം മുതലാളി മരിച്ച് മൃതദേഹം മെരിലാൻഡിൽ കിടത്തിയിരിക്കുമ്പോൾ എല്ലാവർക്കും സ്റ്റുഡിയോയ്ക്കകത്ത് കയറാനുള്ള പെർമിഷൻ കിട്ടി. അങ്ങനെ ആദ്യമായിട്ട് സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് മെരിലാൻഡിൽ കയറാനുള്ള അവസരം കിട്ടിയത്. അവിടെ നിന്ന് സപ്പോട്ടയും പേരയ്ക്കയും പുളിഞ്ചിക്കയും ഒക്കെ പറിച്ച് തിന്ന് ഈ എന്താ പറയുക, ആന കരിമ്പ് കാട്ടി കയറിയതുപോലെ ഞങ്ങൾ നാട്ടുകാർ പിള്ളേരെല്ലാം ഇഷ്ടംപോലെ കായികനികളൊക്കെ പറിച്ച് തിന്ന് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ആയിട്ട് ഓരോ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന സോമൻ എന്ന് അപ്പൂപ്പൻ സ്നേഹത്തോടെ വിളിച്ചിരുന്ന സോമശേഖരൻ നായർ എന്ന് പറഞ്ഞ ആളുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ താഴെ ഒരു അമ്പലമുണ്ട്, ഒരു ചെറിയ കുടുംബ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ അംഗമാണ് ഇദ്ദേഹം. കരടിയോട് ദേവീ ക്ഷേത്രം എന്ന് പറയും. കൂടെ അദ്ദേഹം അവിടെ വരും, അവിടെ ഉള്ളവരെയൊക്കെ കാണാനായിട്ട് വരും. അപ്പോഴും ഇതുപോലെയാണ്, ഒരു കർച്ചീഫ് കോളറിൻ്റെ അകത്ത് വെച്ചേക്കും, ഒരു കുട ഇങ്ങനെ സന്തത സഹചാരി പോലെ തൂക്കിയിരിക്കും. വല്ലാതെ മൂക്കുപ്പൊടി വലിക്കുന്ന ആളാണ്. മൂക്കുപ്പൊടി വലിച്ചിട്ട് ഈ കർച്ചീഫ് നൂത്ത് വെച്ചിട്ട് മൂക്കിൽ വെച്ച് ഇങ്ങനെ ഉരയ്ക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞു, കുട്ടിക്കാലത്ത് ഒരു 10-50 വർഷം മുമ്പ് കണ്ട കാഴ്ചയാണ് ഞാനീ പറയുന്നത്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ അദ്ദേഹത്തെ ഓരോടത്ത് വെച്ച് കാണുമ്പോഴും ഞാൻ അത് ഓർക്കും. ഇന്നലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പേജ് മരണക്കാളമാണല്ലോ. ആ മരണക്കാളം ഞാൻ ഒരുപാട് മരണക്കാളത്തിൽ ഓരോരുത്തരും മരിച്ചത് നോക്കാറില്ല. പക്ഷേ അറിയുന്ന മുഖങ്ങളുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എൻ സോമശേഖരൻ നായർ മരിച്ചു എന്നുള്ള വാർത്ത കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സമർത്ഥമായ നരച്ച മുടിയൊക്കെയുള്ള താടിയുള്ള ഫോട്ടോയും ഞാൻ പെട്ടെന്ന് അതിൽ വായിച്ചപ്പോൾ വെള്ളാണി കീർത്തി നഗർ ചോമ്പിളാകത്ത് ഹരിശ്രീയിൽ എൻ സോമശേഖരൻ നായർ 93 അന്തരിച്ചു. ഭാര്യ ഇന്ദിരാമ്മ, മക്കൾ കലാവതി, സുഷമ, സുമ, മരുമക്കൾ ശക്തിധരൻ നായർ, ഗോപകുമാരൻ നായർ, മുരളീധരൻ നായർ. സഞ്ചയനം ഞായറാഴ്ച 8 മണിക്ക്. ഇത്രയാണ് അതിലുള്ളത്. ഇപ്പോൾ വീട്ടുകാർ ചിലപ്പോൾ ഇത്ര കൊടുത്തു കാണുമല്ലോ, അല്ലെങ്കിൽ പത്ര ഏജൻ്റായിരിക്കും ഈ വാർത്ത കൊടുത്തത്. പിന്നെ ഇപ്പോഴത്തെ പത്രപ്രവർത്തകരെന്ന് പറഞ്ഞാൽ അവർക്ക് ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരാളെ അറിയില്ലല്ലോ.
നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നാൽ നമ്മളോട് ചോദിക്കും ഞാൻ എന്തൊക്കെ ചോദിക്കേണ്ടത്. അതാണ് കാലം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എൻ സോമശേഖരൻ നായർ എന്ന് പറഞ്ഞ കലാകാരൻ കലർപ്പില്ലാത്തൊരു കലാ സംവിധായകനാണ്, അല്ലെങ്കിൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്, മെർലാൻഡിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ആളാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സ്വാമി അയ്യപ്പനിലെ ജീപ്പ്, ഡമ്മി ജീപ്പ്, വലിയ ജീപ്പിൻ്റെ വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് സിമൻറ്റും കമ്പിയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ട് ആ ജീപ്പ് സിനിമയിൽ ഷൂട്ടിങ്ങിൽ മറച്ച ആ ജീപ്പ് ഉണ്ടാക്കിയത് ഇദ്ദേഹമാണെന്ന് ഒന്നും ഈ പത്രപ്രവർത്തന രംഗത്തുള്ളവർക്കും അറിയില്ല. എന്തുകൊണ്ടോ വീട്ടുകാരും അത് കൊടുത്തില്ല. എനിക്കത് കണ്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകളുടെ മകൻ എനിക്ക് പരിചയമുണ്ട്. ഒരു പുസ്തകശാലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, സ്വന്തമായി പുസ്തകങ്ങളൊക്കെ എഴുതുന്നു. രസം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അയാളുടെ അപ്പൂപ്പൻ പറഞ്ഞു എന്ന്, മുത്തശ്ശൻ പറഞ്ഞു എന്ന്, നീ പോയി ശാന്തിവിള ദിനേശിനെയോ നിയമ പുഷ്പരാജിനെയോ കണ്ടിട്ട് എൻ്റെ മകളുടെ മകനാണെന്ന് പറ, നിനക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനുള്ള അവസരം അവർ തരും എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പയ്യൻ, ഈ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് ഹരിശാന്ത് എന്നതാണ് പേര്, ഹരിശാന്തോ ഹരിശ്രീയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എന്നെ വന്ന് കാണാനായിട്ട് ഒരു ശ്രമം നടത്താനായിട്ട് ആദ്യം ആരോടോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തത്, അങ്ങ് ചെന്ന് കയറുമ്പോൾ നിന്നെ ഗെറ്റൗട്ട് അടിക്കുക, അയാൾ ഭയങ്കര മുൻകോപക്കാരനാണെന്ന് പറഞ്ഞത്. ഞാൻ ഒരു മുൻകോപക്കാരനൊന്നുമല്ല, തെറ്റ് കണ്ടാൽ പറയൂ എന്നുള്ളതല്ലാതെ നമ്മളങ്ങനെ ആരെയും ഗെറ്റൗട്ട് അടിക്കുന്ന ആളുമല്ല. പക്ഷേ ആരോ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പയ്യന് തോന്നി, അയ്യോ വേണ്ട, പോയി പുലിവാലി പിടിക്കേണ്ടെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വന്നില്ല. പിന്നെ അദ്ദേഹം എഴുതുകയും എന്താ പറയുക പുസ്തകശാലി ജോലിയൊക്കെ ചെയ്ത് അങ്ങ് പോയി, സിനിമ വിട്ടു. പിന്നെ എന്തോ കൊച്ചു ടെലിഫിലിമൊക്കെ ചെയ്തു, മുത്തശ്ശനെയൊക്കെ വെച്ചിട്ട് അമ്പലത്തിൽ ഡോക്യുമെൻ്ററി മഞ്ജു വെള്ളായണിയൊക്കെ വെച്ചിട്ട് ചെയ്തത്, അങ്ങനെ അങ്ങ് പോയി. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം ആ വീടന്വേഷിച്ച് പോയി, കീർത്തി നഗർ എന്ന് പറഞ്ഞ വെള്ളായണിയിൽ. ഞാൻ വീടന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരുമക്കളെ പലരെയും എനിക്കറിയാം. ഞാൻ ഈ മകളുടെ മകനോട് ചോദിച്ചു, എന്നാലും മോനെ നീ എന്നെ ഒരു വാക്ക് അറിയിച്ചില്ലല്ലോ മുത്തച്ഛൻ മരിച്ചില്ല. അല്ല, അത് സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു, ഒരിക്കലും സാർ ഇവിടെ വരുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളിടത്താണ് പോകാറ്, ക്യാമറ ഉള്ളിടത്ത് പോകാൻ തിരുവനന്തപുരത്ത് ഒരുപാട് പേരുണ്ട്, അവർ പൊയ്ക്കോളും. ക്യാമറ ഒരിക്കലും കടന്നു ചെല്ലാത്ത വീടുകളിൽ പോകാമെന്നാണ് എനിക്കിഷ്ടം. ഒരുപാട് നേരം സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളോടും സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും ഞാൻ സംസാരിച്ചു. അപ്പോൾ ഈ ചെറുമകൻ പേരക്കുട്ടി വന്ന് പറഞ്ഞു എന്ന് മുത്തശ്ശനോട്, ശാന്തിവിള ദിനേശ് കാണാൻ വരുമെന്ന്. ഞാൻ ചെല്ലാമെന്നിരിക്കെ പറഞ്ഞിരുന്നു, നിയമസഭാ പുസ്തകോത്സവം നടക്കുന്നിടത്ത് വെച്ച് ഈ യുവാവിനെ കണ്ടപ്പോൾ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര വേഗം അദ്ദേഹം പോകുമെന്ന് കരുതിയില്ല. ഞാൻ എന്നാൽ വെള്ളായണി വഴി ഒരുപാട് പ്രാവശ്യം പോയതാണ്, ഓർത്തില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഞാൻ അദ്ദേഹത്തെ സോമമാമ എന്നാണ് വിളിച്ചിരുന്നത്. എൻ സോമശേഖരൻ നായർ എന്ന് പറഞ്ഞ കലർപ്പില്ലാത്ത ആ കലാകാരൻ ആരും അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, മെർലാൻഡിൽ അറിയിച്ചോ നിങ്ങൾ? അവരറിയിച്ചില്ല. കാരണം മെർലാൻഡിൽ ഇപ്പോൾ കാർത്തിക സാറായാലും ശരി, മുരുകൻ സാറായാലും ശരിയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹം എത്രയോ വർഷം മുമ്പ് മരിച്ചിരിക്കുമെന്നായിരിക്കും. കാരണം ഒരുപാട് കാലമായിട്ട് അദ്ദേഹം പുറം ലോകം കണ്ടിട്ടില്ല, വീട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിഞ്ഞ ഒരു പ്രകൃതമായിരുന്നു. ആ വലിയ മനുഷ്യനെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ഇത് കാണുന്ന മെർലാൻഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പഴയകാല സിനിമയിലുള്ള ഇപ്പോൾ ഉദയ രഘുണ്ണൻ ജീവിച്ചിരിപ്പുണ്ട്, അതുപോലെ ഒരുപാട് പേര് മെർലാൻഡുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവരാരും ഇദ്ദേഹത്തെ തിരക്കിയില്ല, ഈ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തിരക്കിയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും സോമശേഖരൻ നായർ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ ആദ്യകാല സിനിമാ പ്രവർത്തകനായ വലിയ മനുഷ്യൻ 93 വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരു 10-23 വർഷക്കാലമെങ്കിലും ആരും അറിഞ്ഞിട്ടില്ല അദ്ദേഹം ഉണ്ടോ ഇല്ലേ എവിടെയുണ്ട് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതിനൊപ്പം എനിക്ക് വേറൊന്നുകൂടി പറയാനുള്ളത്, ഞാൻ മദ്രാസിൽ പോകുമ്പോൾ ഒക്കെ കണ്ടിട്ടുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റുണ്ട് ജോർജ് അങ്ങനെ പെട്ടെന്ന് വഴങ്ങുന്ന ഒരാളല്ല. ഡബ്ബിങ്ങിന് വരുമ്പോൾ ഒന്നാക്കിയിട്ട് ഡബ്ബ് ചെയ്യും പോവും. അയാൾ ആ ഡബ്ബിങ്ങിന് വന്നിരിക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രം, അവരുടെ ആ ഗ്യാങ്ങിനോട് മാത്രമേ മിങ്കിൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ജോർജുമായിട്ട് എനിക്ക് അധികം ബന്ധമില്ലായിരുന്നു. എന്തായാലും ജോർജും പോയി. ഡബ്ബിങ് ആർട്ടിസ്റ്റിന് ഇവിടെ തിരുവനന്തപുരത്ത് 2 യൂണിയനുണ്ട്, ഫെഫ്കയുടെ യൂണിയനുണ്ട്, പിന്നെ വേറെ ഏതോ ഡാഫ്റ്റ് എന്ന് പറഞ്ഞ എന്തോ ഒരു യൂണിയനുണ്ട്. ഇവരാരും ഇങ്ങനെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് മരിച്ചത് അറിഞ്ഞില്ല എന്നുള്ളതാണ് രസം. ആരും ഒരു വരി കുറിച്ചിടുകയോ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുകയോ ഒന്നും ചെയ്ത് കണ്ടില്ല. പളപളപ്പിൻ്റെ ലോകത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ ഓർക്കുള്ളൂ എന്ന് തോന്നുന്നു. ഞാനിന്നലെ ഭീമ നർത്തകി എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ പ്രിവ്യൂവിന് നിള തിയേറ്ററിൽ പോയപ്പോൾ ആ സിനിമ കാണാനായിട്ട് പഴയകാല അയ്യപ്പനായിട്ടും നാരദരായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ മണിമുഴക്കത്തിലെ നായകനായിരുന്ന ഹരിച്ചേട്ടൻ ആ സിനിമ കാണാൻ വന്നു. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് അദ്ദേഹത്തിന് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ എന്തോ അദ്ദേഹം പരിചയം കാണിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനെ ഇനി പരിചയം കാണിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹം അറിഞ്ഞില്ല എന്ന് തോന്നി ഈ ജോർജ് മരിച്ചത്. ആരും അറിയാതെ പോയി എന്നുള്ളതാണ്. ഒരു 10-40 വർഷക്കാലം ഡബ്ബിൻ്റെ രംഗത്തുണ്ടായിരുന്ന ജോർജ്, ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്ത ജോർജ് കടന്നുപോയത് മലയാള സിനിമ ഇൻഡസ്ട്രി അറിഞ്ഞതേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ 2 പേരും
ഇപ്പോൾ സോമശേരൻ നായർ എന്ന് പറയുന്ന സോമമാമൻ എന്ന് ഞാൻ വിളിച്ചിരുന്ന അദ്ദേഹവും ജോർജും കടന്നുപോയി. രണ്ടുപേർക്കും മനസ്സിൽ എന്താ പറയുക, ബഹുമാനത്തോടെ രണ്ടുപേർക്കും ആത്മാഞ്ജലി അർപ്പിക്കുന്നു. ഞാനിന്ന് സംസാരിക്കുന്ന വിഷയം നനച്ചിരിക്കാതെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കിട്ടുമെന്ന്. 2.5 വർഷക്കാലം കഴിയുമ്പോൾ 2 മന്ത്രിമാർ മാറും, പകരം വേറെ 2 മന്ത്രിമാർ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എനിക്കെന്തോ, കാരണം ചുറ്റിനും ഗണേശന് ശത്രുക്കളുള്ളതുകൊണ്ട്, സ്വന്തം സഹോദരി തന്നെ നല്ല കട്ട പാരയും കൊണ്ട് നടക്കുന്നതുകൊണ്ട് മന്ത്രിസ്ഥാനം കിട്ടില്ല എന്നാണ് ഞാൻ കരുതിയത്. അല്ലെങ്കിൽ ഈ മിനിസ്ട്രി, പിണറായി വിജയൻ്റെ 2ാമത്തെ മിനിസ്ട്രി വരുമ്പോൾ ബാലകൃഷ്ണപിള്ള സാർ മരിച്ചു കിടക്കുന്നത് അടുത്ത് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ചെന്ന സഖാവ് പിണറായി പോകുന്നതിന് മുമ്പായിട്ട് ഗണേശനോട് അടുത്ത ഇതിൽ നമ്മളോടൊപ്പം ഉണ്ടാകണം എന്ന് പറഞ്ഞു എന്നാണ് എനിക്കറിയാവുന്ന വിവരം. അദ്ദേഹം ഉറപ്പായിട്ടും ഈ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് വരുമെന്ന് കരുതിയതാണ്. പക്ഷെ അപ്പോഴാണല്ലോ പാര വെച്ചത് ഒരു ചേച്ചി. എത്ര കിട്ടിയിട്ടും മതി വരാത്തൊരു ചേച്ചി നല്ലൊരു പാര വെച്ചു, കട്ട പാരയല്ലേ വെച്ച് കൊടുത്തത്. കൂട്ടിന് അളിയൻ ഒരു IAS കൂടെ ഉണ്ടെങ്കിൽ പിണറായിയെ പോലെ ഒരാളാകുമ്പോൾ അദ്ദേഹം വിചാരിക്കും എന്തിന് തലവേദന, അവരുടെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കട്ടെ എന്ന് വിചാരിക്കും. എന്തായാലും ഗണേശൻ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശാന്തിവിള വരണമെന്ന് എൻ്റെ പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ വിളിക്കാത്തടത്ത് ഞാൻ പോകാറുമില്ല, അതുകൊണ്ട് പോയില്ല. പക്ഷേ അദ്ദേഹം കയറി 1-2 ദിവസമായുള്ളെങ്കിലും ആ 2 ദിവസം കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. യൂട്യൂബ് ഒന്നും തുറക്കാൻ നിർത്തിയില്ല. എല്ലാം ഗണേശൻ്റെ അഭിമുഖങ്ങളും പത്രസമ്മേളനവും ഗാന്ധി ഭവനിൽ സന്ദർശനവും പിന്നെ ആന്റണി രാജുവിൻ്റെ ചില കൊതിക്കറിവ് വർത്താനവും ഒക്കെ ആയിട്ട് ഗണേശൻ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായി. ജലഗതാഗതവും റോഡ് ഗതാഗതവും ആണ് ഗണേശന് കിട്ടിയത്. സാംസ്കാരിക വകുപ്പ് ഒരിക്കലും ഇടതുപക്ഷം മറ്റു പാർട്ടികൾക്ക് കൊടുക്കില്ല, CPIക്ക് പോലും കൊടുക്കില്ല, അതെനിക്കറിയാം. കാരണം സാംസ്കാരിക രംഗം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലെ, പുന്നപ്ര വയലാർ പോലെ, സാംബശിവൻ്റെ നിരവധി കഥാപ്രസംഗങ്ങൾ പോലെ കല കൊണ്ട് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ കഴിയുമെന്ന് നന്നായിട്ട് ബോധ്യമുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെ അവർ UDF ചെയ്യുന്നത് പോലെയൊന്നും ആരെങ്കിലും ഒരു വകുപ്പ് എടുത്തോട്ടെ എന്ന് കൊടുക്കില്ല. അങ്ങനെ പറയുമ്പോഴും ഞാൻ പറയുന്നു, കേരളത്തിലെ ഏറ്റവും നല്ല സാംസ്കാരിക വകുപ്പ് നന്നായിട്ട് കൈകാര്യം ചെയ്ത മന്ത്രി ആരെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും TN ജേക്കബ് സാറാണെന്ന്. നല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെയും പലരും പറ്റിച്ചിട്ടുണ്ട്, എനിക്കറിയാം, പലരെയും എനിക്കറിയാം പറ്റിച്ചിട്ടുള്ളത്. കാരണം TK രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാവുമ്പോൾ പത്രക്കാർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഇവിടുത്തെ ഒരു തിരുവനന്തപുരത്തെ ഒരു സാംസ്കാരിക നായകൻ്റെ അലമാരയിലെ ഫോട്ടോ അദ്ദേഹം എന്താ പറയുക കല്ലിലെ തീപ്പൊരികൾ എന്ന് പറഞ്ഞ് TK രാമകൃഷ്ണൻ്റെ പുസ്തകം ഇവിടെ വെച്ചേക്കും. അപ്പോൾ ക്യാമറയിൽ എടുക്കുമ്പോൾ TK രാമകൃഷ്ണൻ്റെ ചിരിച്ച മുഖമായിട്ടുള്ള പുസ്തകം അവിടെ ഇരിക്കും. TN ജേക്കബ് ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ചൈന സന്ദർശനത്തെക്കുറിച്ചുള്ള പുസ്തകം പുറകെ വയ്ക്കും. അപ്പോൾ ഈ സാഹിത്യകാരൻ്റെ വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ TN ജേക്കബ് അവിടെ ഇരിക്കും. അങ്ങനെ സുഖിപ്പിച്ച് കാര്യങ്ങൾ സാധിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. എങ്കിലും നല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു TN ജേക്കബ്. അതുപോലെ ഞാൻ ഏറെ പ്രതീക്ഷയോടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് പ്രവർത്തിക്കുമെന്ന് കരുതിയ ആളാണ് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ MA ബേബി സഖാവ്. എനിക്കൊരു പാസ് മാർക്ക് പോലും ഞാൻ ബേബി സഖാവിന് കൊടുക്കില്ല. പരാജയമായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികളായ ചിലരെ കൊണ്ട് നടന്ന് അതിൻ്റെ തലപ്പത്തൊക്കെ കൊണ്ടിരുത്തി ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കുഴപ്പങ്ങൾ പിടിച്ച കാര്യങ്ങൾ ചെയ്ത ആളാണ് ബേബി സഖാവ്. പക്ഷേ കഴിഞ്ഞ തവണ പിണറായി ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുമ്പോൾ സാംസ്കാരിക വകുപ്പ് ഒരു എന്താ പറയുക IA എന്ന് പറയാത്ത ആർക്കെങ്കിലും കൊടുക്കുമെന്ന് ഞാൻ കരുതി. ഇപ്പം IA എന്ന് പറയുന്നത് AK ബാലൻ, സഖാവ് AK ബാലൻ മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം നിയമ വകുപ്പും ഹരിജന ക്ഷേമ വകുപ്പും ഒക്കെ ആയിട്ട് അദ്ദേഹം നന്നായിട്ട് സ്കോർ ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിന് സാംസ്കാരിക വകുപ്പ് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ഡയറക്ടറായിട്ട് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ നിരവധി ചർച്ചകളിൽ വിമർശിക്കേണ്ടി പോലും വന്നു. അതുകൊണ്ടാണ് ഇത്തവണ നമ്മൾ ആ ശ്രമം നടത്താത്തത്. അത് വേണ്ട. കാരണം ഒരു സർക്കാരിൻ്റെ സ്ഥാപനത്തിലിരുന്നിട്ട് ആ സർക്കാരിനെ ഇപ്പം അക്കാഡമിയിലൊക്കെ നടക്കുന്ന പോലെ GC മെമ്പറായിരുന്നുകൊണ്ട് ചെയർമാൻ അപ്പുറത്തിരിക്കുമ്പോൾ ഇപ്പുറത്ത് സമാന്തര യോഗം കൂടുന്ന കക്ഷികളുള്ള അത്തരം പണികൾ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത്തവണ 2ാം പിണറായി സർക്കാർ വരുമ്പോൾ ഞാൻ കരുതി ഒന്നുമില്ലെങ്കിലും ഇന്ത്യ വിഷനിൽ ഒരുപാട് കാലം വാർത്തയൊക്കെ വായിച്ചിരുന്ന കലാകാരന്മാരുമായിട്ടൊക്കെ ബന്ധമുള്ള വീണ ജോർജിന് സാംസ്കാരിക വകുപ്പ് കൊടുക്കുമെന്ന് വിചാരിച്ചു. കൊടുത്തില്ല. സത്യത്തിൽ അവർക്ക് ആരോഗ്യം എന്തിനാണ് കൊടുത്തതെന്ന് ഞാൻ ആലോചിക്കണം. അവർക്ക് സാംസ്കാരിക വകുപ്പ് പോലുള്ള നല്ല വകുപ്പും ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വകുപ്പും കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ശിവൻകുട്ടി സഖാവിൻ്റെ ഇരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പും സാംസ്കാരിക വകുപ്പും കൂടെ വീണ ജോർജിന് കൊടുക്കാമായിരുന്നു. പക്ഷേ എന്തോ നടന്നില്ല. പക്ഷേ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് കേരളത്തിലെ ആദ്യത്തെ
കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണല്ലോ എന്താ പറയുക ലോകത്തെ ആദ്യത്തെ ബാലറ്റ് പേപ്പറിലൂടെ, ഏഷ്യയിലെ ആദ്യത്തെ ബാലറ്റ് പേപ്പറിലൂടെ വന്ന സർക്കാർ. ആ സർക്കാരിലെ മന്ത്രിമാരെ പറ്റി ഞാൻ വെറുതെ ഒന്ന് നോക്കി ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ്. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി, സാമ്പത്തിക വകുപ്പ് മന്ത്രി C. അച്യുതമേനോൻ, ഗതാഗതവും തൊഴിലും TV തോമസ്, KC ജോർജ് ഭക്ഷ്യം വനം, KP ഗോപാലൻ വ്യവസായം, TA മജീദ് പൊതുമരാമത്ത്, PK ചാത്തൻ സ്വയംഭരണം, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം, KR ഗൗരി റവന്യൂ എക്സൈസ്, BR കൃഷ്ണയ്യർ നിയമവും വിദ്യുശക്തിയും, ഡോക്ടർ AR മേനോൻ ആരോഗ്യവും. ഇത്രയും വകുപ്പുകൾ അങ്ങനെ ആയിരുന്നു. 1957 ഏപ്രിൽ 5 മുതൽ 1959 ജൂലൈ 31 വരെ 2 വർഷവും 4 മാസമേ ആ സർക്കാരിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. വിമോചന സമരം വന്ന് ഇറക്കിയല്ലോ. അതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്, ഇപ്പോൾ EMSനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, ഏഷ്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തലവൻ, മാർക്സിസ്റ്റ് തത്വശാസ്ത്രജ്ഞൻ, ചരിത്രകാരൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, ഈ നിലകളിലെല്ലാം അദ്ദേഹം എന്താ പറയുക വ്യക്തിമുദ്ര ചാർത്തിയ ആളായിരുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വൈദ്യനാഥപുരം രാമയ്യർ കൃഷ്ണയ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1914 നവംബർ 15 ജനിച്ചു. 2014 ഡിസംബർ 4 മരിച്ചു. 1952 ജസ്റ്റിസ് കൃഷ്ണയ്യർ മദ്രാസ് നിയമസഭാ അംഗമായിരുന്നു. 1968 ഹൈക്കോടതിയുടെ ജഡ്ജിയായി. 1976 ലോ കമ്മീഷൻ അംഗമായി. 1973 മുതൽ 1980 വരെ സുപ്രീം കോടതി ജഡ്ജിയായി. സർക്കാരിൻ്റെ 3 ഘടകങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അതായത് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. ലോകത്തിൽ ഏക വ്യക്തിയേ ഉള്ളൂ ഈ 3 ഘടകങ്ങളിലും പ്രവർത്തിച്ച ഏക ആൾ അദ്ദേഹമാണ്. ആഭ്യന്തരം, നിയമം, സാമൂഹ്യക്ഷേമം, ജയിൽ, വൈദ്യുതി, ജലസേചനം, ഇത്രയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് കൊടുക്കേണ്ട വകുപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഇപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 74 വയസ്സിൽ മരിച്ച മുണ്ടശ്ശേരി മാസ്റ്റർ, സാഹിത്യകാരൻ, സാഹിത്യ നിരൂപകൻ, വിദ്യാഭ്യാസ പരിഷ്കരണ സൃഷ്ടാവ്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ദേശസാൽക്കരിക്കുവാൻ ഉദ്ദേശിച്ച നിയമം അദ്ദേഹം കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് വിമോചന സമരത്തിനും EMS മന്ത്രിസഭയുടെ പതനത്തിലും എത്തിച്ചത്. 1903 ജൂലൈ 17 ജനിച്ചു. 1977 ഒക്ടോബർ 25 അദ്ദേഹം മരിച്ചു. ഇവരിലെല്ലാം എനിക്ക് അത്ഭുതം തന്ന ആളാണ് ഡോക്ടർ AR മേനോൻ. AR മേനോൻ എന്ന് പറയുന്നത് അമ്പാട്ട് രാവുണ്ണി മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1986 ഏപ്രിൽ 9 ജനിച്ചു. 1960 ഒക്ടോബർ 9 മരിച്ചു. 74 വയസ്സുകാരനാണ്. 2 തവണ അദ്ദേഹം കേരള നിയമസഭയിലും 20 വർഷം കൊച്ചി നിയമസഭയിലും 1 തവണ തിരുക്കൊച്ചി നിയമസഭയിലും 2 തവണ തൃശ്ശൂർ നഗരസഭയിലെ കൗൺസിലറായിട്ടും മദ്രാസ് സർവകലാശാലയിൽ സെനറ്റ് അംഗമായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. ഞാനിത് പറയാൻ കാര്യം, ആദ്യത്തെ EMS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? മുണ്ടശ്ശേരി മാസ്റ്റർ. 100% അദ്ദേഹം തന്നെയാണ് അത് കൈകാര്യം ചെയ്തത്. ഡോക്ടർ AR മേനോനായിരുന്നു ആരോഗ്യം. അദ്ദേഹം തന്നെയാണ്, ആ ഡോക്ടർ തന്നെയാണ് ആരോഗ്യം കൈകാര്യം ചെയ്യേണ്ടത്. ജസ്റ്റിസ് കൃഷ്ണയ്യർ ആയിരുന്നു നിയമവകുപ്പ്. അദ്ദേഹം തന്നെയാണ് നിയമവകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ട രീതിയിലുള്ള വകുപ്പുകളാണ് കൊടുത്തത്. അങ്ങനെ തന്നെ ആകണം കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ചെയ്യേണ്ടത് എന്ന് ആശിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിണറായിയുടെ 2ാം മന്ത്രിസഭ എടുത്തു നോക്കൂ. K. കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ വലിയ കർഷകൻ, ആയിരക്കണക്കിന് തേങ്ങ വെട്ടുന്ന, ഒരുപാട് കൃഷിപ്പാടങ്ങളുള്ള, കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു എന്താ പറയുക രാഷ്ട്രീയക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് LCT വകുപ്പ് മന്ത്രിയാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൃഷി വകുപ്പ് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ CPI കൊടുക്കില്ലായിരിക്കാം. പക്ഷേ അത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട വകുപ്പായിരുന്നു. ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം കൃഷിയിലെ ലാഭം നഷ്ടം, കൃഷി എങ്ങനെ നന്നാക്കാം എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യന് കൃഷി വകുപ്പ് കൊടുക്കാതെ, കൃഷി എന്തെന്ന് അറിയാത്ത ഒരാളിന് കൃഷി വകുപ്പ് കൊടുക്കുന്നതാണ് ഈ മന്ത്രിസഭയിൽ എനിക്ക് തോന്നിയൊരു വിരോധാഭാസം. അതുപോലെ ഇപ്പോൾ KB ഗണേഷ് കുമാറിന് ട്രാൻസ്പോർട്ടും വാട്ടർ ട്രാൻസ്പോർട്ടും കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷം സാംസ്കാരിക വകുപ്പ് വിട്ട് കളിക്കില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് എന്താ പറയുക സിനിമയുടെ വകുപ്പ് മാത്രമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു. അത് ചെയ്തില്ല. അതുപോലെ MP രാജേഷ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന് ചാരായ കച്ചവടം കൊടുത്തേക്കണം, എക്സൈസ്. PA മുഹമ്മദ് റിയാസിന് കൊടുത്തിരിക്കുന്ന പബ്ലിക് വർക്കാണ്. ഈ 2 പേരിൽ ആരെങ്കിലും, അല്ലെങ്കിൽ വീണ ജോർജിനെങ്കിലും എന്താ പറയുക ആരോഗ്യത്തിന് പകരം സാംസ്കാരിക വകുപ്പ് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ MP രാജേഷിനോ PA മുഹമ്മദ് റിയാസിനോ കൊടുക്കാമായിരുന്നു. പക്ഷേ ചെയ്തില്ല. പകരം ഫിഷറീസിൻ്റെ കൂടെ, മീൻപിടുത്തത്തിൻ്റെ കൂടെ സജി ചെറിയാനാണ് സാംസ്കാരികം കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല. പാലിയേറ്റീവ് കെയർ യൂണിറ്റൊക്കെ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് വരെ അശരണരായ ആൾക്കാർക്ക് വേണ്ടി എഴുതി വയ്ക്കുന്നു. എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. എല്ലാം ഓക്കെ. ആലപ്പുഴയിൽ ഗ്രൂപ്പ് സോക്ക് വന്നപ്പോഴും തൻ്റെ ഇടത്തോടെ നിന്ന്
ഒന്നാം നിരയിലെത്തിയ ആളാണ്, എല്ലാം ഓക്കെ. പക്ഷേ സാംസ്കാരിക വകുപ്പിൽ അദ്ദേഹം ഒരു പരാജയമാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ കൊടുക്കില്ല. അദ്ദേഹത്തിന് എന്നെ ഫിഷറീസിൻ്റെ കൂടെ മീൻപിടുത്തവും സിനിമയായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ചെമ്മീൻ സിനിമ കണ്ടതുകൊണ്ടാണോ അങ്ങനെ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കെ.വി. ഗണേഷ് കുമാറിന് സിനിമയെങ്കിലും കൊടുക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഗണേശനും വിചാരിച്ച് കാണും. പക്ഷേ കൊടുക്കില്ല എന്നുള്ളത് 100% സത്യമാണ്. കാരണം എൻ്റെ പാർട്ടി സാംസ്കാരിക വകുപ്പ് അങ്ങനെ വിട്ട് കളിക്കില്ല. പക്ഷേ അങ്ങനെ വിട്ട് കളിക്കാതിരിക്കുമ്പോഴും മുഹമ്മദ് റിയാസിനോ നമ്മളെ എം പി രാജേഷിനോ വീണ ജോർജിനോ ആർക്കെങ്കിലും പാർട്ടിയുടെ ആൾക്കാർക്ക് തന്നെ കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ട് സജി ചെറിയാനെ സാംസ്കാരിക ഏൽപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞ എന്തോ ഒരു കമൻറ്റ് ഇപ്പോൾ അരമനകളിൽ വലിയ വിവാദമായി കിടക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ന്യായമാണ്. കാരണം മിസോറാം പോലുള്ള സ്ഥലങ്ങളിൽ അവരുടെ ഒരു വിഭാഗത്തിൻ്റെ വീടുകൾ കത്തി അമരുന്ന കാലത്ത് പ്രധാനമന്ത്രി വിളിച്ച ക്രിസ്മസ് വിരുന്നിലൊക്കെ അച്ഛന്മാർ ലോഹയൊക്കെ ഇട്ട് പോയത് തെറ്റാണ് എങ്കിൽ പോലും സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രി അത് പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പി ശ്രീകുമാർ എന്ന് പറഞ്ഞ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിനെ ബോർഡാക്കി മാറ്റിയ ആർജവുമുള്ള പി ശ്രീകുമാറിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന വകുപ്പായിരുന്നു KSFDCയുടെ ചെയർമാൻ ആകണം എന്നത്. ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ പറയുകയും ഞാൻ സ്വപ്നം പോലും കണ്ടല്ല, അവൻ ചുമ്മാ വിടുവാടിക്കുന്നില്ലെന്ന് പറയും. പി ശ്രീകുമാറിൻ്റെ വലിയ സ്വപ്നമായിരുന്നു KSFDC ചെയർമാൻ ആകണമെന്നുള്ളത്. ഞാനിതാ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നു, ഇനി അദ്ദേഹത്തോട് എന്തൊക്കെ പിണക്കങ്ങൾ എനിക്കുണ്ടെങ്കിലും പി ശ്രീകുമാറായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം പിണറായിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ 5 വർഷക്കാലം അദ്ദേഹം ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ ചെയർമാനായിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്ത് തന്നെ. ഗണേശൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് 4 കെട്ട് 8 കെട്ട് വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, റൺവേ, ഡെമ്മി ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ കൊണ്ടുവരാനായിട്ട് സാബു സിറിലിനെ വിളിച്ച് ഡിസൈനൊക്കെ ഉണ്ടാക്കുകയും സ്ഥലം കണ്ടെത്തിയും ചിത്രാഞ്ജലി സ്റ്റുഡിയോക്കകത്ത് സ്ഥലം കണ്ടെത്തുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം ലെനിൻ രാജേന്ദ്രനും ഷാജി എൻ കരുണും ഇപ്പോൾ 5 വർഷമാകാൻ പോകുന്നു. ലെനിൻ മരിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെ ഇരിക്കുകയല്ലേ. ഞാൻ ചോദിക്കുന്നത് ഈ ലെനിൻ രാജേന്ദ്രനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷാജി എൻ കരുണോ ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ എന്ത് അത്ഭുതം സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പാസ് മാർക്ക് കൊടുക്കില്ല, തോൽപ്പിക്കും രണ്ടുപേരും. ലെനിൻ രാജേന്ദ്രന് അസുഖം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ അസുഖമുള്ള ഒരാൾ അങ്ങനെ ഇരിക്കരുത്, ആ പോസ്റ്റിൽ ഇരിക്കരുത്. എനിക്ക് അനാരോഗ്യവാനാണ് ഞാൻ എന്ന് പറയണം. അതിനുവരെ അദ്ദേഹം ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ അവസാന സ്വപ്നമാണ് KSFDCയിലെ ഉദ്യോഗസ്ഥനായിരുന്നു എനിക്ക് അവിടുത്തെ ചെയർമാനാവണമെന്ന് ഭയങ്കരമായിട്ട് പാർട്ടിയെ പ്രഷർ ചെയ്താണ് വാങ്ങിയെന്ന് ചിലർ എന്നോട് പറയാറുണ്ട്. പക്ഷേ എന്തിനാ അദ്ദേഹം അത് വാങ്ങി? അദ്ദേഹം ഇരുന്ന കാലത്ത് മുഴുവൻ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ആശുപത്രി കിടക്കാൻ വേണ്ടിയാണോ KSFDCയുടെ ചെയർമാനാവുന്നത്? അതുപോലെ തന്നെയാണ് ഷാജി എൻ കരുൺ. അദ്ദേഹത്തെ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ എവിടെയെങ്കിലും ഇരുത്തുന്നതിന് പകരം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനാക്കാൻ പാടില്ല. അദ്ദേഹം സ്റ്റുഡിയോ മാനേജറൊക്കെ ആയിരുന്നു. ഒരു അത്ഭുതവും അദ്ദേഹം സൃഷ്ടിക്കില്ല എന്നുള്ളതാണ് സത്യം. ഒരത്ഭുതവും സൃഷ്ടിക്കില്ല. പിന്നെ അദ്ദേഹം കളം മാറി ചവിട്ടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒതുക്കാനായിരിക്കണം KSFDC ഒതുക്കിയത്. അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കാമായിരുന്നു. ഇപ്പം നടക്കുന്ന ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരുത്തായിരുന്നു. ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഷാജി എൻ കരുണിനെ കൊണ്ടുവന്നാണ് KSFDCയിൽ ഇരുത്തിയിരിക്കുന്നത്. ഒരു ചുക്കും നടന്നില്ല എന്നുള്ളതാണ്. 4 കെട്ടും നടന്നില്ല, എന്താ പറയുക, റെയിൽവേ സ്റ്റേഷൻ നടന്നില്ല. 180 കോടി രൂപ എന്തോ കിഫ്ബിയിൽ നിന്ന് അനുവദിക്കാൻ തീരുമാനിച്ചതെന്ന് AK ബാലൻ്റെ കാലത്ത്. അങ്ങനെ ആ 180 കോടി രൂപയുടെ ഡെവലപ്മെൻറ്റ്സ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര മനോഹരമായ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്യാമായിരുന്നു. സിനിമയുടെ ഹബ്ബായി മാറിയാണ്. ഇപ്പോൾ കൊച്ചിയാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഇവിടെ ഇതെല്ലാം കിട്ടുമെങ്കിൽ എയർപോർട്ടും ഫ്ലൈറ്റും റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഒക്കെ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ 4 കെട്ട് 8 ഉണ്ടാക്കിയിട്ടാൽ മാത്രം മതിയെന്നേ. ദിവസം സീരിയലുകാർ 5000 രൂപ കൊടുത്താൽ പോലും ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ സാബു സിറിലിനെ പോലെ ഒരാളിനെ കൊണ്ടൊരു കെട്ടിടം ഉണ്ടാക്കിയാൽ 2 സീരിയലുകാർക്ക് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ 2 സിനിമാക്കാർക്ക് ഷൂട്ട് ചെയ്യാവുന്ന രീതിയിൽ 2 വശമൊക്കെ ഉണ്ടാക്കിയിട്ടാൽ ദിവസം 10000 രൂപ വരുമാനം കിട്ടും. 365 ദിവസം വർക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. പക്ഷേ അതിനൊന്നും ഒരു താല്പര്യമില്ല. ആ 180 കോടി രൂപയിൽ 1 രൂപയും വാങ്ങിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗണേശൻ മന്ത്രിയായിരുന്ന കാലത്തൊരു ഇത് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതായത് സിനിമയിൽ വീടില്ലാത്തവർക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു ഫ്ലാറ്റിൻ്റെ സമുച്ചയം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത്, ശാന്തികളെ, ആ ഗേറ്റ് കടന്ന് പോകുമ്പോൾ ആ വളവ് തിരിയുന്നിടത്ത് ലെഫ്റ്റിൽ സ്ഥലം കിടക്കുന്നില്ലേ, കണ്ണായ സ്ഥലം, മനോഹരമായ സ്ഥലമാണ്. കാരണം അവിടെ ഫ്ലാറ്റ് വന്നാൽ ശംഖുമുഖത്ത് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് നമ്മളെ കണ്ണു മുന്നിൽ കൂടെ ഇറങ്ങാണെന്ന് കാണാമായിരുന്നു. അതുപോലെ വിശാലമായ കടൽ കണ്ട് വിഴിഞ്ഞം മുതൽ കോവളം മുതൽ വിഴിഞ്ഞം മുതൽ ഇങ്ങ് എന്താ പറയുക ഒരുപാട് ദൂരം ശംഖുമുഖമൊക്കെ കഴിഞ്ഞും കാണാമായിരുന്നു, വെട്ടുകാടൊക്കെ കഴിഞ്ഞ് കാണാമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാനൊരു ഫ്ലാറ്റ് സമുച്ചയം കൊണ്ടുവരും. അവിടെ വീടില്ലാത്ത അർഹതപ്പെട്ട സിനിമാക്കാർക്ക് ലോണിൽ വീട് അനുവദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്കൊരു ഫ്ലാറ്റ് കിട്ടുമായിരിക്കുമല്ലേ. എന്നിട്ട് ശാന്തിവിളയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് വീടില്ല, 16000 രൂപ വാടക കൊടുത്ത് ജീവിക്കുന്ന ഒരാളല്ലേ, ഉറപ്പായിട്ടും ശാന്തിവിളയ്ക്കും കിട്ടുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ എന്തോ ആ പ്രോജക്റ്റ് എവിടെയോ വെച്ച് വാതി വഴിയിൽ വെച്ച് അത് മുടങ്ങിപ്പോയി. ഇല്ല എങ്കിൽ ആ ഫ്ലാറ്റ് സമുച്ചയം സിനിമാക്കാർക്ക് വേണ്ടി ഉണ്ടായേനെ. പക്ഷേ ആരോ പണിഞ്ഞു, അതുകൊണ്ട് അത് പണി നടന്നില്ല. അതുപോലെ തന്നെ ആരുടെ കാലത്താണെന്ന് അറിഞ്ഞൂടാ,
ഇപ്പോൾ ഒരു 4 കോടി രൂപയുടെ ബഡ്ജറ്റ് എന്ന് വെച്ചോളൂ. 2 കോടി രൂപയും കൊണ്ട് ഒരു പ്രൊഡ്യൂസർ വന്നാൽ 2 കോടി രൂപ ചിത്രാഞ്ജലി ചിലവാക്കും. അപ്പോൾ 2 കോടി രൂപ ചിത്രാഞ്ജലി ചിലവാക്കുകയും 2 കോടി രൂപ സബ്സിഡി കിട്ടുകയൊക്കെ ചെയ്താൽ ഒരു നല്ല സിനിമ ചെയ്യാം. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് ആദ്യം ചെയ്തത് ബാലചന്ദ്രമേനൻ്റെ കൃഷ്ണ ഗോപാലകൃഷ്ണ ആയിരുന്നു. 7 നിലയിൽ പൊട്ടി, 10 പൈസ തിരിച്ചു കിട്ടിയില്ല, അവിടെ അവസാനിപ്പിച്ചു. ഇപ്പോൾ ഷാജി കരുൺ വന്ന ശേഷം ഈ വനിതകൾക്ക് സിനിമ ചെയ്യാനുള്ള പ്രാമുഖ്യം നമ്മൾ കൊടുക്കണം, വനിതകൾക്ക് പ്രൊഡ്യൂസറെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്ററിലെ വരുമാനം ഇല്ലെങ്കിൽ എന്നേ ചിത്രാഞ്ജലി പൂട്ടിപ്പോയനെ. അങ്ങനെ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് കുറേ പെണ്ണുങ്ങൾക്ക് 3 കോടി രൂപ കൊടുത്ത് കുറേ സിനിമ ചെയ്തു. ഞാൻ കേൾക്കട്ടെ, പോസ്റ്റർ ഒട്ടിച്ച അതിലെ മൈദാമാവിൻ്റെ പൈസ കിട്ടിയെന്ന് അന്വേഷിച്ച് നോക്കി, കിട്ടിയില്ല. പറഞ്ഞ് ഞാൻ സ്ത്രീകൾക്കെതിരാണ് നല്ല. അങ്ങനെ സർക്കാരിൻ്റെ പൈസ എടുത്തു കൊടുത്ത് ഏതെങ്കിലുമൊക്കെ ബുദ്ധിജീവി ആളുകളെ കൊണ്ട് സിനിമ ചെയ്യിച്ച് ആദ്യ ഷോ തന്നെ ഹോൾഡ് ഓവർ ആക്കാനുള്ളതല്ല സർക്കാരിൻ്റെ പൈസ, അല്ലെങ്കിൽ KSFDCയുടെ പൈസ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ നടന്ന തിരിമറികളെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ബോർഡ് അംഗങ്ങളായിരിക്കുന്ന ആശാന്മാർ സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഭാര്യയുടെ പേരിൽ മക്കളുടെ പേരിലൊക്കെ കൊടുത്ത് അപേക്ഷിച്ചു. അങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടായി അവിടെ. അങ്ങനെ ഒരു എനിക്കറിയാവുന്ന വളരെ എനിക്ക് അടുപ്പമുള്ള ഒരു ബോർഡ് അംഗം നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി മകളുടെ പേരിൽ കൊടുത്ത് സാങ്ഷൻ ആവും എന്ന് കേട്ടപ്പോൾ ഞാൻ അതിലുള്ള വേറൊരു ബോർഡ് അംഗത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കളി നടക്കുന്നുണ്ട്, നിങ്ങൾ ബോർഡിലിരിക്കുന്നവർ എല്ലാവരും കൂടെ വീതിച്ചെടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ പരിഹാസ്യരാക്കുന്നത്, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബോർഡ് അംഗം ഷാജി കരുണുമായിട്ട് സംസാരിച്ചു. ഷാജി കരുണിനോട് പറഞ്ഞു, ഇങ്ങനെ ശാന്തിയുള്ള ദിനേശ് ഇന്ന ആളുടെ പേര് പറഞ്ഞു, അയാളുടെ മകളുടെ ഒരു സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വന്നിട്ടുണ്ട്, അത് അയാൾ എഴുതിയതാണ്, അച്ഛൻ എഴുതി മകളെ കൊണ്ട് സാങ്ഷനാക്കാൻ നടക്കുന്നതാണെന്ന് പറഞ്ഞാൽ അത് കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് തരികിടകളവിടെ നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ പറയുന്ന എന്താ പറയുക, ഈ 3 കോടി രൂപ എടുത്ത് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ചവർ പടം ചെയ്യാൻ പറയുന്ന ഉദാത്തമായ സിനിമയെന്നാണ് പറഞ്ഞത്. ഒരു ഉദാത്തമല്ല, അരമണിക്കൂർ ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ വിളിച്ചുകൊണ്ടൊന്ന് അരമണിക്കൂർ കാണിക്കണം ഈ സിനിമ, അവനത് മതി, വധശിക്ഷ നടപ്പിലാക്കേണ്ട കാര്യം വരില്ല. അങ്ങനെയുള്ള തല്ലിപ്പൊളി സാധനങ്ങൾ ചെയ്തിട്ട് അതിനെ ഇങ്ങനെ 3 കോടി വെച്ചൊക്കെ അല്ലെങ്കിൽ 1.5 കോടി വെച്ചൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ശരിയല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. ഇപ്പോൾ പറയുന്നു OTT പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ പോവുകയാണ്. OTT പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത് എന്തിനെന്നറിയാം? അതാണ് രസം. ഇവിടെ തിയേറ്ററിൽ വരാത്ത, OTT എടുക്കാത്ത, CD പോലും ഇറങ്ങാത്ത കുറേ കൂതറ പടങ്ങളുണ്ടല്ലോ, ബുദ്ധിജീവി ഇമേജിൽ ഉണ്ടാക്കിയെടുക്കുന്ന 10 പൈസ വിൽക്കാത്ത കള്ള നാണയങ്ങൾ. ആ സിനിമകളെല്ലാം കളിക്കാനാണെന്ന് OTT 10 പൈസ കിട്ടില്ല. അതിൽ കാശ് മുടക്കിയ പ്രൊഡ്യൂസർക്കും 10 പൈസ കിട്ടില്ല, KSFDCക്കും കിട്ടില്ല. നോക്കിക്കോളൂ, OTT ദയനീയ പരാജയമാവും. വലിയ പടങ്ങളൊന്നും അവിടെ ഈ സർക്കാരിൻ്റെ OTT കൊടുക്കുകയില്ല. കാരണം അവർ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പടം നെറ്റ്ഫ്ലിക്സ് 30 കോടി പറയുന്ന പടം ഇവിടെ കൊണ്ടുവന്ന് കളിച്ചിട്ട് അതിൻ്റെ 40 നിങ്ങളെടുത്തോ 60 എനിക്ക് തന്നാൽ മതി എന്നൊന്നും കൊടുക്കില്ലല്ലോ. പക്ഷേ അതിനും ഇപ്പം നോക്കിയോളൂ, കോടിക്കണക്കിന് രൂപ ഷാജി കരുൺ അതിന് ചിലവാക്കി. ഇപ്പോൾ ഷാജി കരുണിനെ കുറിച്ച് എനിക്ക് ഏറ്റവും തമാശ തോന്നിയത്, ഫിലിം ഫെസ്റ്റിവലിൽ ടാഗോർ തിയേറ്ററിൽ ഫെസ്റ്റിവൽ ഓഫീസ് പ്രവർത്തിക്കുന്നിടത്ത് ലക്ഷങ്ങൾ മുടക്കി ഒരു കൂടാരമൊക്കെ ഉണ്ടാക്കി അടച്ചുമൂടി കെട്ടി വെച്ചിരിക്കുന്നു. ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്, ഇപ്പോൾ എനിക്കൊരു പെണ്ണുമായിട്ടിരുന്ന് 1 മണിക്കൂർ സംസാരിക്കണം, 400 രൂപ അടച്ചാൽ അതിനകത്തിരുന്ന് സംസാരിക്കാം. AC ഒരു ക്യാബിനായിട്ട് തിരിച്ചിട്ടുണ്ട്, തുണിയിലാണ്, അതിനകത്തിരുന്ന് 1 മണിക്കൂർ സൊള്ളാം. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കഷൻ നടത്തണമെങ്കിൽ നടത്താം. ഞാൻ പറയുന്നത് വിവരാവകാശം വഴി ആരെങ്കിലും അന്വേഷിക്കുക, എനിക്ക് എന്തായാലും ഞാൻ അന്വേഷിക്കുന്നില്ല, അത് ദയനീയ പരാജയമെന്നേ ഞാൻ പറയുള്ളൂ. ഷാജി കരുണിന് കുറേ ആളുകളെ വിളിച്ചുകൊണ്ടിരുത്തി സിനിമയുടെ കാര്യമൊക്കെ ചർച്ച ചെയ്ത് അടുത്ത പ്രോജക്റ്റൊക്കെ സംസാരിക്കാൻ പറ്റി കാണും എന്നുള്ളതിനപ്പുറം ലക്ഷങ്ങൾ ചിലവാക്കി ടാഗോർ തിയേറ്ററിൽ നടത്തിയ ഈ പ്രോഗ്രാം KSFDCക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആരെങ്കിലും വിവരാവകാശം വഴി 10 രൂപ മുടക്കി KSFDCയുടെ ഈ പറഞ്ഞ ഷാജി കരുൺ കൊണ്ടുവച്ച ടാഗോർ തിയേറ്ററിൽ കൊണ്ടുവച്ച ഈ കൂടാരത്തിന് എത്ര ലക്ഷം ചിലവായി, എത്ര രൂപ തിരിച്ചു കിട്ടിയെന്നൊന്ന് അന്വേഷിച്ച് നോക്കൂ. എന്തായാലും ഞാൻ അന്വേഷിക്കുന്നില്ല. അതുപോലെ തന്നെ 1-ാം തീയതി കിട്ടേണ്ട പെൻഷൻ 28-ാം തീയതി അക്കൗണ്ടിൽ വരുമായിരുന്നു. ഞാൻ 5 വർഷം അതിൻ്റെ ബോർഡ് ഡയറക്ടർ ആയിരുന്നുകൊണ്ട് പറയണം, അത് ചെയർമാൻ P ശ്രീകുമാറിൻ്റെ പിടിവാശി കൊണ്ടാണ്. 1000 രൂപ വല്ലപ്പോഴും തോന്നുമ്പം കൊടുത്തുകൊണ്ടിരുന്നൊരു സ്ഥാപനമാണ് ഞങ്ങൾ കയറുമ്പോൾ. ആ സ്ഥാപനത്തെ 5 വർഷക്കാലവും 1000 ആക്കി, 2000 ആക്കി, 3000 ആക്കി, 4000 ആക്കി, 5000 ആക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒഴിവാക്കിയല്ലോ. പക്ഷേ ആ 5 വർഷക്കാലം പിണറായി മന്ത്രിസഭയിലെ ആദ്യത്തെ 5 വർഷക്കാലം 1-ാം തീയതി കൊടുക്കേണ്ട പെൻഷൻ 5 ദിവസം മുമ്പ് അല്ലെങ്കിൽ 4 ദിവസം മുമ്പ് 28-ാം തീയതി അക്കൗണ്ടിൽ വരും. 28-ാം തീയതി അക്കൗണ്ടിൽ പോയില്ല എങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഒരാളിന് 28-ാം തീയതി അക്കൗണ്ടിൽ പോയില്ല എങ്കിൽ ആ തിരുവനന്തപുരം ജില്ല കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടി പിന്നെ ആ സീറ്റിലുണ്ടാവില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു P ശ്രീകുമാർ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 10-14 കോടി രൂപ മിച്ചം ഇട്ടിട്ടാണ് പോയത്. അത് അല്ല, ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ പകുതി വഴിയിൽ ഇറങ്ങിപ്പോയല്ലോ, രാജിവെക്കാതെ കളഞ്ഞല്ലോ. 3 തവണ കമ്മിറ്റി പങ്കെടുത്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താവും. പക്ഷേ എന്നെ പുറത്താക്കിയില്ല. പക്ഷേ ഞാൻ പോയില്ല. ശ്രീകുമാരേട്ടനുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഞാൻ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ പോയില്ല. കൊറോണയ്ക്ക് ശേഷം ഞാൻ പോയിട്ടില്ല. കൊറോണ തുടങ്ങും മുമ്പേ ഞാൻ അതിൽ നിന്ന് പുറത്തായി. ഇനി വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി.
അത് ആ കഥ ഞാനിപ്പം ശിവകുമാരേട്ടൻ്റെ ഒരു കഥ പറയുമ്പോൾ അത് പറയാം എന്തിനാ ഇറങ്ങിപ്പോയത്. എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ സാംസ്കാരിക ക്ഷേമനിധിയിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ പെൻഷൻ വരുന്നത് എപ്പോഴൊക്കെയാണ്. ഈ മാസം 1 വരേണ്ട പെൻഷൻ മാറ്റേരെ ഡയറി വരും പോലെയാണ്. മാറ്റേരെ ഡയറി ജനുവരി 1 എങ്കിലും ഇറങ്ങണ്ടേ, വരുന്ന മേയിലും ജൂണിലും ഒക്കെയാണ്. അതുകൊണ്ട് ഈ 2023 ഡയറി ഇറക്കിയത് ഡയറി ആയിട്ട് ഇറക്കിയില്ല, ഒരു നോട്ടൊക്കെ എഴുതി വയ്ക്കാവുന്ന ഒരു ബുക്കായിട്ട് ഇറക്കി. അതുകൊണ്ട് ഏത് മാസം വേണമെങ്കിലും ഇറക്കാമല്ലോ, അങ്ങനെ ജൂണിലോ ജൂലൈയിലോ ഇറക്കി. അതുപോലെയാണ് ഇപ്പോൾ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ. എപ്പോൾ ചെല്ലുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. 5 വരാം, 28 വരാം, അടുത്ത മാസം വരെ എത്രയോ മാസം മുടങ്ങിയിട്ടുണ്ട്. അത് എത്ര മാസം പോകുന്ന പോലും ആർക്കും അറിയില്ല. കാരണം പലതും പല തരത്തിൽ വന്നപ്പോൾ ഇത് ഏത് മാസം എങ്ങനെ വന്നു, പിന്നെ 2500 ആദ്യം വന്നു, പിന്നെ 1500 രണ്ടാമത് വന്നു, അങ്ങനെയൊക്കെ പലർക്കും കൺഫ്യൂഷനാണ് ഈ പൈസ ഏതിൽ നിന്ന് വന്ന് ഇങ്ങനെ വന്നു. അങ്ങനെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ഏതാണ്ട് കുത്തൊഴിഞ്ഞ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജയിലർ പോലെ, അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് പോലെ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ നേര് പോലെയൊക്കെ തിയേറ്ററിൽ നിറഞ്ഞു കവിയുന്ന സിനിമകൾ, ഒരുപാട് സിനിമകൾ വരികയും അതിൽ നിന്ന് ഈ പറയുന്ന സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന് കിട്ടേണ്ട വരുമാനം കൃത്യമായി വരുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ശിവകുമാർ ഇരുന്നപ്പോൾ തീർച്ചയായിട്ടും അത് വരുത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. വരുത്തിയിരുന്നു കൃത്യമായിട്ട്. കാരണം ഇത് ആരുടെയും ഓസമല്ലല്ലോ. സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർ കൊടുക്കുന്ന ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന 2 രൂപയല്ലേ. അത് കൊടുക്കാതെ തിയേറ്റർ മുതലാളിമാർ ചവിട്ടി പിടിക്കുമ്പോൾ വിജിലൻസിനെ വിട്ട് ആദ്യം തിയേറ്റർ മുതലാളി യൂണിയൻ്റെ നേതാവിൻ്റെ തിയേറ്റർ തന്നെ റെയ്ഡ് ചെയ്യിച്ചു ശിവകുമാർ. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാൽ എല്ലാവർക്കും ഒരു പേടി വന്നതുകൊണ്ട് കൃത്യമായി പൈസ ഇടുകയും ചെയ്യുമായിരുന്നു. ആ പൈസ കൊണ്ട് കൃത്യമായി പെൻഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്താവും എന്നെനിക്കറിയില്ല. ചലച്ചിത്ര അക്കാദമി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഈ സജി ചെറിയാൻ വന്ന ശേഷം ചലച്ചിത്ര അക്കാദമിയിൽ വൃത്തിയായിട്ടൊരു സംസ്ഥാന അവാർഡോ വൃത്തിയായിട്ടൊരു ഫിലിം ഫെസ്റ്റിവലോ നടക്കുന്നുണ്ടോ? അതിൽ രഞ്ജിത്തിനെ മാത്രം ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നല്ലോ, രഞ്ജിത്തിനെ മാത്രമായിട്ട് ഞാൻ കുറ്റം പറയില്ല. അതിലെടുത്തിരിക്കുന്ന GC മെമ്പർമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരൊക്കെ ആരൊക്കെയെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അതിലെത്ര പേർക്ക് ആ സീറ്റിലിരിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് അന്വേഷിച്ച് നോക്കൂ. AK ബാലൻ 5 വർഷം ഇരുന്നപ്പോൾ GCയിലെടുത്തവരുമായിട്ട് ഇവരെ കമ്പയർ ചെയ്ത് നോക്കൂ. അല്ലാതെ നമ്മൾ രഞ്ജിത്തിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു വിവരം വെച്ച് ഞാൻ നിങ്ങളുടെ പറയാണ്. ലോക വനദിനത്തിൽ നമ്മൾ എല്ലാ വർഷവും വനം നടുവല്ലോ. എല്ലാ വർഷവും നമുക്ക് പ്രേമത്തിന് ദിവസമുണ്ട്, അച്ഛനെ ഓർക്കുന്ന ദിവസമുണ്ട്, അമ്മ ഓർക്കുന്ന ദിവസമുണ്ടല്ലോ ഇപ്പോൾ. അതുപോലെ ലോക വനദിനത്തിൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ മറ പറ്റിക്കൊണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ മനോഹരമായ കുന്നിലാണല്ലോ ചിത്രാഞ്ജലി നിൽക്കുന്നത്. അതൊക്കെ സമ്മതിക്കണം കേട്ടോ, കരുണാകരൻ്റെ കാലത്തുണ്ടാക്കിയ സ്റ്റുഡിയോ ആണ്. ഈ കുന്നുംപുറം എന്തൊരു രസമായിട്ട് അവിടെ ലാൻഡ്സ്കേപ്പിൽ നിന്ന് നമുക്ക് വിമാനം ലാൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം. അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം അടക്കം കാണാവുന്ന, കടലൊക്കെ കാണാവുന്ന മനോഹരമായ സ്ഥലമാണ് ലാൻഡ്സ്കേപ്പ്. അവിടെ ഇപ്പോൾ ഉയരത്തിൽ കെട്ടിടമൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കയറുന്ന കുറേ കൂടെ കൂടുതൽ കാണാം. നമ്മളെ തലയുടെ മേളിൽ കൂടെ ഫ്ലൈറ്റ് പോകണമെന്ന് തോന്നും. അത്ര വലുപ്പത്തിലാണ് വിമാനം പോയി ലാൻഡ് ചെയ്യാൻ ശംഖുമുഖത്തേക്ക് പോകുന്നത്. അവിടെ എത്രയോ സ്ഥലം കാട് പിടിച്ച് കിടപ്പുണ്ട്, കുറ്റിക്കാടായിട്ട് ഒരുപാട് സ്ഥലം. ഇപ്പോൾ അവിടെ എന്താ പറയുക, ക്യാൻറ്റീനിൽ നിന്ന് കിഴക്കോട്ട് പോകുന്ന റോഡിൽ ഏക്കർ കണക്ക് സ്ഥലം വെറുതെ കിടക്കുക. അതിനെയൊക്കെ അവിടെ ഇട്ടിട്ട് 112 മരങ്ങൾ മുറിച്ച് മാറ്റാൻ വനം വകുപ്പിൻ്റെ അനുമതി വാങ്ങിച്ചു. ഞങ്ങൾ കെട്ടിടങ്ങൾ കെട്ടാൻ പോവുകയാണ്, ഒരുപാട് കെട്ടിടങ്ങൾ കെട്ടാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു 112 മരങ്ങൾ മുറിക്കണം എന്ന് പറഞ്ഞു. സമ്പന്നമായി നിൽക്കുന്ന കാട് പോലെ ഒന്നിച്ച് വളർന്നു നിൽക്കുന്ന നല്ല മരങ്ങളെ മുറിക്കാനായിട്ട് പെർമിഷൻ വാങ്ങിച്ചു. പക്ഷേ എന്നാൽ തിരുവനന്തപുരം മേയർ അധ്യക്ഷയായ ട്രീ കമ്മിറ്റിയുടെ അനുമതി വാങ്ങിയതുമില്ല. അതൊരു പെണ്ണല്ലേ, അവളിൽ നിന്ന് എന്തിനാ കമ്മിറ്റി സാങ്ഷൻ വാങ്ങിക്കണത്? നമ്മൾ വനം വകുപ്പിൽ നിന്ന് വാങ്ങിച്ചില്ലേ എന്നായിരിക്കാം. പ്ലാവ്, ആഞ്ഞിലി, വട്ട, കശുമാവ്, റബ്ബർ, അക്കേഷ്യ മരങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പച്ച തുരുത്തുകൾ ആയി നിന്ന ആ മരങ്ങളെ മുഴുവനാണ് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത്. റബ്ബർ, അക്കേഷ്യയും 27 ഉണ്ട്. കായ്ഫലമുള്ള പ്ലാവ്, പശ്ചിമഘട്ട മലനിരകളിൽ മാത്രമുള്ള ആഞ്ഞിലി, 18 വട്ടമരങ്ങൾ, ഗുൽമോഹർ, അരണമരങ്ങൾ, കശുമാവ് മരങ്ങൾ എന്നിവയൊക്കെ ചേർന്നാണ് 212 4,31,868 രൂപയ്ക്ക് അവർക്ക് വേണ്ടപ്പെട്ട ആരോ തന്നെ അതിൻ്റെ കൊട്ടേഷൻ പിടിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, 112 മരങ്ങളുടെ വില എന്ന് പറയുന്നത് 4,31,868 രൂപ. ഏതാണ്ട് 1,275 രൂപ ഒരു മരത്തിന്. ഒരു പ്ലാവിൻ്റെ ഒരു കൊമ്പ് കിട്ടുമോ 1,275 രൂപയ്ക്ക്? ആഞ്ഞിലിൻ്റെ ഒരു കൊമ്പ് കിട്ടുമോ? അക്കേഷ്യയുടെ ഒരു കവരം കിട്ടുമോ? 1,275 രൂപ വെച്ച് വില വരും. 4,31,868 രൂപയ്ക്ക് അവർക്ക് വേണ്ടപ്പെട്ട ആർക്കോ മരം മുറിക്കാനുള്ള പെർമിഷൻ കൊടുത്തു. മരം മുറിക്കൽ നടപടിക്കെതിരെ പരിസ്ഥിതി സംഘടനകൾ രംഗത്ത് വന്നു. 60 ഏക്കറിലധികമുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോ വളപ്പിൽ മരങ്ങൾ അധികമൊന്നുമില്ലാത്ത സ്ഥലത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കാം. എവിടെയായാലും ചിത്രാഞ്ജലിക്കകത്ത് ഈ 60 ഏക്കറിനകത്ത് എവിടെയായാലും ഷൂട്ട് നടക്കുമല്ലോ. പക്ഷേ അതുപോരാ, ഞങ്ങൾക്ക് മരങ്ങളെയൊക്കെ സംരക്ഷിക്കണം. ഒരു കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞിരുന്ന പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് വിശ്വസിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഭരിക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ ക്രൂരതയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഷാജിയൻ കരുണൊക്കെ എന്ത് കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അയാളെപ്പോലെ ഒരാൾ ചെയർമാനായിട്ടിരിക്കുമ്പോൾ, ഷാജിയൻ കരുൺ അവിടുത്തെ ഒരു ക്യാമറ സ്റ്റുഡിയോ മാനേജരായിരുന്ന ആളാണല്ലോ.
അദ്ദേഹത്തിന് ചിത്രാഞ്ജലിയിലെ മുക്കുമൂലയും എല്ലാം അറിയാം. മരങ്ങളില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ മരങ്ങളില്ലാത്ത, അല്ലെങ്കിൽ 2, 3, 4 മരങ്ങൾ മുറിച്ചാൽ ഏക്കർ കണക്കിന് സ്ഥലം കിട്ടാവുന്ന സ്ഥലങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ 4,31,000 രൂപ വാങ്ങിച്ചുകൊണ്ട് 1275 മരങ്ങൾ മുറിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ പറയുക, നിബിഡ വനങ്ങളായി. എവിടെയൊക്കെ നിബിഡ വനങ്ങൾ നിൽക്കുന്നു, 8, 10 മരങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു, അവിടെ മുഴുവൻ വെട്ടിമുറിക്കാനാണ് തീരുമാനിച്ചത്. ട്രീ വാക്കേഴ്സ് എന്ന് പറയുന്ന സംഘടന ഷാജിയൻ കരുണിന് കത്തയച്ചു. പദ്ധതി നടപ്പിലാക്കാൻ തുറസായ സ്ഥലം കണ്ടെത്തണമെന്നായിരുന്നു കത്തിൽ. പ്രകൃതി സൗഹാർദ്ദ വാസ്തുവിദ്യയിൽ പ്രഗത്ഭരായവരെ ഉൾപ്പെടുത്തി വേണം പദ്ധതി ആലോചിക്കാനെന്നും കത്തെഴുതി. പക്ഷേ KSFDCയുടെ MD യോഗം വിളിച്ചു. നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ചെയർമാനല്ല വിളിച്ചത്, കത്ത് ചെയർമാനാണ് അയച്ചത് പരാതി. പക്ഷേ വിളിച്ചത് MD ആണ്. MD വിളിച്ചിട്ട് പറഞ്ഞു, ട്രീ വാക്കേഴ്സിൻ്റെ ഒരു നിർദ്ദേശവും ഞാൻ സ്വീകരിക്കില്ല. ഞാൻ ഈ മരം മുഴുവൻ മുറിച്ച് വയ്ക്കും. ഒരു സ്ത്രീയാണല്ലോ ഇപ്പോൾ അവിടുത്തെ MD. ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് പരിചയക്കാരി ആയതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഇവരൊന്നും മുമ്പൊരു സ്ത്രീ ഇരുന്നു. ഞങ്ങൾ 5 വർഷം ഇരിക്കുമ്പോൾ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ MD ആയിട്ടും സെക്രട്ടറി ആയിട്ടും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ MD ആയിട്ടും ഒരാൾ അവിടെ ഇരുന്നിരുന്നു. അവരെ പോലെയൊക്കെയുള്ള ആർജവമുള്ള ആരെങ്കിലും ഈ പോസ്റ്റിൽ ഇരുത്തണമെന്നേ. KSFDCയുടെ MD വിളിച്ച യോഗത്തിൽ ഈ ട്രീ വാക്കേഴ്സിൻ്റെ ഒരു നിർദ്ദേശവും അവർ സ്വീകരിച്ചില്ല. പദ്ധതി മാറ്റം വരുത്തില്ല, മരങ്ങൾ ആക്രി വിലയ്ക്ക് വിറ്റിട്ട് തന്നെ ഞാനവിടെ കെട്ടിടം കെട്ടുമെന്ന് ആ സ്ത്രീ വാശി പിടിച്ചു. വനം വകുപ്പിൻ്റെ അനുമതിയിൽ ഒരു മരം മുറിച്ചാൽ 10 മരം വയ്ക്കണമെന്നുണ്ട്. മരക്കൂട്ടങ്ങൾക്ക് പകരം എവിടെയെങ്കിലുമൊക്കെ മരം വെച്ചാൽ അതാവുമോ? ഇവരൊരു അഭിനന്ദ മരം വകുപ്പിന് എഴുതി കൊടുത്തു കാണും. ഒരു മരം മുറിച്ചാൽ ഞങ്ങൾ 10 മരം വയ്ക്കാം. എന്നിട്ട് മഹാഗണിയുടെ, നെല്ലിയുടെ, പേരയുടെ ഏതെങ്കിലും തൈ വാങ്ങിച്ച് എവിടെയെങ്കിലും വെച്ച് 2 ദിവസത്തെ വെയിലടിക്കുമ്പോൾ അതങ്ങ് പട്ടു. വരുമ്പോൾ പറയില്ല, ഇതാ ഞങ്ങൾ ഇവിടെ നട്ട കുഴി കണ്ട, ഈ കുഴി കണ്ട, ഇതെല്ലാം മരം നട്ടതാണ്, നിങ്ങളുടെ വനം വകുപ്പിന് ഞങ്ങൾ തന്ന എല്ലാം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പറയും. ഇങ്ങനെയുള്ളവരാണോ KSFDCയിൽ ഇരിക്കേണ്ടത്? അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇപ്പോൾ കടലിൽ മരമുണ്ടായിട്ടാണോ മഴ പെയ്തതെന്ന് ചോദിച്ചൊരു മുസ്ലിം ലീഗ് നേതാവുണ്ട്. അതുപോലെയാണോ നമ്മൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ചെയ്യേണ്ടേ? കഷ്ടമാണെന്നേ ഞാൻ പറയും. മരങ്ങൾ എവിടെ നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു ഭരണത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് മന്ത്രി ആയാലും ശരി, വനംവകുപ്പ് മന്ത്രി അല്ലെങ്കിലും പോലും ഗണേശൻ ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത്. ഗണേശൻ സജി ചെറിയാനെ വിളിച്ച് പറയണം, ആ ചിത്രാഞ്ജലിയിൽ നടക്കുന്ന നഗ്നമായ അഴിമതിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ ഇങ്ങനെ മരങ്ങളെല്ലാം ആക്രി വിലയ്ക്ക് വിൽക്കാമോ എന്ന് ചോദിക്കണം. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം 4,31,000 രൂപയ്ക്ക് 1,275 മരം മുറിച്ച് വിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, കഷ്ടമല്ലേ? അപ്പോൾ ഒരു മരത്തിന് എത്ര വിലയാണെന്ന് നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഭീമമായ അഴിമതിയാണ് നടക്കുന്നതെന്ന് ഞാൻ പറയും. വിവരാവശ്യം വഴി അന്വേഷിക്കാനുള്ളവർ അന്വേഷിച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ കേരളത്തിലെ തിയേറ്ററുകളൊന്നും ഇങ്ങനെ മൂട്ട കടിക്കാനും കാലിൽ പെരിച്ചാഴി കടിക്കാനുമുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. എന്നെ പെരിച്ചാഴി കടിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറയണേ. ആ പെരിച്ചാഴി കടിച്ച തിയേറ്റർ 4 തിയേറ്റർ ആയിരുന്നപ്പോൾ കടിച്ച, എൻ്റെ പടം ഓടിയപ്പം കടിച്ച തിയേറ്റർ ഇപ്പോൾ 6 തിയേറ്ററാണ്. സോഹൻ റോയ് നടത്തുന്ന ആ തിയേറ്റർ പോയി നിങ്ങൾ നോക്കി നോക്കൂ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗണേശൻ്റെ വാശി തന്നെയായിരുന്നു. ഗണേശനൊരു തീരുമാനമെടുത്തു, സ്വകാര്യ മുതലാളിമാർ തിയേറ്റർ നന്നാക്കുന്നില്ല എങ്കിൽ നന്നാക്കണ്ട, നിങ്ങൾ നന്നാക്കണ്ട, നിങ്ങളെ കൊണ്ടുവരാൻ എനിക്കറിയാമെന്നുണ്ട് ഗണേശൻ. എന്തെന്ന് വെച്ചാൽ അതവിടേക്കാണ് KB ഗണേഷ് കുമാറിൻ്റെ ആർജവം എന്ന് പറയുന്നത്. അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ എത്ര തിയേറ്ററുണ്ടോ അത്രയും തിയേറ്ററുകളും ഹൈടെക് ആക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇന്നലെ കൈരളി സമുച്ചയത്തിൽ 3 തിയേറ്ററാണല്ലോ, കൈരളി, ശ്രീ, നിള. ആ നിള തിയേറ്ററിലിരുന്ന് ഈ പറയുന്ന ഭീമനർത്തകി കാണുമ്പോൾ എന്ത് രസമായ തിയേറ്റർ, എന്തൊരു പ്രൊജക്ഷൻ എന്നറിയാം. ഒരു ഹൈടെക് സീറ്റുകളും ഒക്കെ ഉള്ള നല്ല തിയേറ്റർ. അങ്ങനെ അദ്ദേഹം KSFDCയുടെ തിയേറ്ററുകൾ മുഴുവൻ നവീകരിച്ചു. അപ്പോഴെന്ത് പറ്റി? KSFDCയുടെ തിയേറ്ററിൽ ആൾ കയറി, മറ്റേ തിയേറ്ററിൽ ആളുകൾ പോകാതെ. അങ്ങനെ കേരളത്തിൽ മുഴുവൻ കറ ശബ്ദത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാനും പുല്ലും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഹൈടെക് തിയേറ്ററുകളായി മാറി. വരുന്ന മാളുകളിലൊക്കെ മനോഹരമായ തിയേറ്ററുകളല്ലേ വരുന്നത്. ഇപ്പോൾ സൂപ്പർ ഹിറ്റായ എന്താ പറയുക, എത്രയോ സിനിമകൾ KSFDCയിൽ ഓടുന്നു. ഞാൻ പാതിരാക്കി പോയി കണ്ട സിനിമകളെല്ലാം, അതിപ്പോൾ എന്താ പറയുക, മാളികപ്പുറമായാലും ശരി, ജയിലറായാലും ശരി, എല്ലാം പാതിരാത്രി ഞാൻ ചെല്ലുമ്പോൾ നിറഞ്ഞ സദസ്സിലാണ് KSFDCയിലെ തിയേറ്ററിൽ പടം ഓടുന്നത്. അതുകൊണ്ട് KSFDCയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ട്. ശമ്പളം മുടങ്ങില്ല, കാരണം ലക്ഷക്കണക്കിന് രൂപ മാസം തിയേറ്ററിൽ നിന്ന് കിട്ടുകയല്ലേ. അല്ലാതെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് വിവരാവശ്യം വഴി അന്വേഷിച്ച് നോക്കിയാൽ വട്ടപൂജ്യമായിരിക്കും മറുപടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചെയർമാനും സെക്രട്ടറിയും നടപ്പിലാക്കിയ പുരോഗതികൾ പറയാമോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പേപ്പർ കൊടുത്ത് വയ്ക്കുക. ഒരു പുരോഗതി നടത്തിയില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ഒരു സങ്കടകരമായൊരു കാര്യം, ഞാൻ ഒന്നും പരാതിക്ക് പോയില്ല. കാരണം ഇപ്പോൾ അത് DVD ആയിട്ടും മനോരമ ചാനലിലും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമ്മളൊരു സിനിമ KSFDC ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമയുടെ നെഗറ്റീവ്, ശബ്ദത്തിൻ്റെയും വിഷ്വലിൻ്റെയും നെഗറ്റീവ് സൂക്ഷിക്കാനായിട്ട് നമ്മളിന്ന് വലിയൊരു തുകയാണ് വാങ്ങുന്നത്. കാരണം ഇത് AC ക്യാബിനകത്ത് വെച്ച് സൂക്ഷിക്കേണ്ടതല്ലേ. അപ്പോൾ ഞാൻ ആ പൈസ അടച്ചു.
നിങ്ങളിവിടെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് അടച്ചു. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. 2014 ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ലാബ് പൂട്ടി. കാരണം ഫിലിം അവസാനിച്ചല്ലോ, ഡീറ്റെയിൽ ആയല്ലോ. നെഗറ്റീവുകൾ മുഴുവൻ ഈ പൈസ വാങ്ങി, മുൻകൂർ പൈസ വാങ്ങിയിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന നെഗറ്റീവുകൾ മുഴുവൻ മെൽറ്റായിപ്പോയി, ഒട്ടിപ്പോയി. എനിക്ക് വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കാം. കാരണം എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാം ഇരിപ്പുണ്ട്. ഞാൻ അടച്ച എൻ്റെ പൈസയല്ല. എൻ്റെ ഫിലിം നെഗറ്റീവ് സൂക്ഷിക്കാനായി ഞാൻ നിങ്ങൾക്ക് മുൻകൂർ പൈസ തന്നിട്ട് എൻ്റെ ഫിലിമും നെഗറ്റീവും മറ്റേ ശബ്ദത്തിൻ്റെ നെഗറ്റീവും രണ്ടും തരൂ എന്നിപ്പോൾ പറഞ്ഞ് ഇപ്പം ബബ്ബ അടിക്കും. എല്ലാം ഒട്ടി ഒലിഞ്ഞ് മഴ നനഞ്ഞ് വെള്ളം നനഞ്ഞ് എല്ലാം പോയി. ഇത്രയും ഉത്തരവാദിത്വമില്ലാത്തൊരു സ്ഥാപനമാണ് എന്താ പറയുക ഈ പറയുന്ന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആർക്കും എന്നോട് വിഷമം തോന്നരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അക്കാഡമിയിലെ കാര്യം. 15 GC മെമ്പർമാരിൽ 9 പേര് സമാന്തര യോഗം നടത്തി. 23-ാം തീയതി കേരള യാത്ര കഴിഞ്ഞാൽ വാദികളെയും വിളിച്ച് സംസാരിക്കും, പ്രതികളെയും വിളിച്ച് സംസാരിച്ച് പിന്നെ തീരുമാനം എടുക്കും. അതായത് മനോജ് ഖാനെ അടക്കമുള്ളവരെ വിളിച്ച് സംസാരിക്കും, രഞ്ജിത്തിനെയും വിളിച്ച് സംസാരിക്കും. തെറ്റാരുടെ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് തീയതി എത്രയെന്ന് അറിയാം. 23-ാം തീയതിയാണ് പറഞ്ഞത്. ഇന്ന് തീയതി 2024 ജനുവരി 3. അപ്പോൾ എന്ത് തീരുമാനം എടുത്തെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ എനിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോട് പറയാനുള്ളത്, ഉദ്ഘാടന ദിവസം വിശിഷ്ടാതിഥിയായി നാനാ പടേക്കറയും സമാപന ദിവസം സമഗ്ര സംഭാവനയ്ക്കുള്ള ലക്ഷക്കണക്കിന് രൂപ 5 ലക്ഷം രൂപ എന്താണ് അത് കൊടുത്ത ക്രിസ്റ്റഫർ സനൂസിയും കൊണ്ടുവന്നത് ആരാണ്, ആരുടെ സജഷനാണെന്ന് സജി ചെറിയാൻ അന്വേഷിക്കണം. അല്ലെങ്കിൽ സജി ചെറിയാനെ കൊണ്ട് മുഖ്യമന്ത്രി അന്വേഷിപ്പിക്കണം. അദ്ദേഹം ഒരു ആർജവമുള്ള ഒരാളാണെങ്കിൽ ഈ 2 പേരെയും എങ്ങനെ കൊണ്ടുവന്നുവെന്ന് അന്വേഷിക്കണം. പക്ഷേ എനിക്ക് സങ്കടം തോന്നിയത് കേരളത്തിലെ സിനിമാ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ജുബ്ബയിട്ടവന്മാരും താടിയിട്ടവന്മാരും ഒന്നും ഇതിനെപ്പറ്റി അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ UDF സർക്കാരാണ് ഭരിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം വാചകങ്ങൾ അവന്മാർ അടിച്ചെന്നറിയാം. ഈ താടിയൊക്കെ വളർത്തി നടക്കണവന്മാർ ഒറ്റ എണ്ണം വേണ്ടിയില്ല എന്നുള്ളതാണ്. നിങ്ങളെങ്ങനെ ക്രിസ്റ്റഫർ സനീസിയെ കൊണ്ടുവന്നു? എന്തടിസ്ഥാനത്തിലാണ് അയാളെ കൊണ്ടുവന്ന് നിങ്ങൾ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കൊടുത്തത്? അല്ലെങ്കിൽ നാനാ പടേക്കർ എങ്ങനെ നിങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിന് മുഖ്യ അതിഥിയായി എന്ന് ചോദിക്കണ്ടേ? ഒരാളും ചോദിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ മുഖാമുഖം എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ മുഖാമുഖം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ആ സിനിമ ചെയ്തത്. ഉറക്കം തൂങ്ങികളെക്കുറിച്ചാണ് അദ്ദേഹം ആ സിനിമ ചെയ്തത്. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെയും സന്ദേശം എന്ന് പറഞ്ഞ സിനിമ എടുത്ത ശ്രീനിവാസനും സത്യനന്ദിക്കാരനും എത്രയോ വർഷക്കാലം രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ഫോൺ വിളിച്ച് തള്ളക്കി വിളിക്കുക, ഭീഷണി കത്തുകൾ അയക്കുകയൊക്കെ ചെയ്ത മോമാരുള്ള നാടാണ് കേരളം. പക്ഷേ ഇവരാരും എന്തുകൊണ്ട് സനൂസിയെയും ഈ പറയുന്ന നാനാ പടേക്കറയും കൊണ്ടുവന്നതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അതൊരു ഇരട്ടത്താപ്പുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ ഭരിക്കുമ്പോൾ നമ്മൾ എന്ത് പോക്കൃത്തിനും കാണിക്കും. ഞങ്ങളെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പണ്ട് മുദ്രാവാക്യം വിളിച്ച പോലെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് പോക്കൃതം കാണിച്ചാലും ഞങ്ങളത് ന്യായീകരിക്കും. ഞങ്ങളത് ഉദാത്തമായി അല്ലെങ്കിൽ ഞങ്ങൾ പൊളിറ്റ് ബ്യൂറോയിൽ വരെ ചർച്ച ചെയ്തതിന് സമ്മതം കൊടുക്കും. നേരെ മറിച്ച് UDF ഭരിക്കുമ്പോൾ ചെയ്താൽ ഞങ്ങൾ സമരം നടത്തും. ആ ഒരു ഇരട്ടത്താപ്പ് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എന്താ പറയുക, കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു. ഇതിനിടയിലാണ് ഫെഫ്കയുടെ നേതാക്കളായി അയ്യോ അച്ഛാ പോവല്ലേ അയ്യാഴ്ച പോവല്ലെന്ന് ഓരോ ഇലക്ഷൻ എടുക്കാറാകുമ്പോഴും പറയും ഞാനിനിയില്ല, ഞാൻ വച്ചു മതിയാക്കി എന്ന് പറയുന്ന ചെയർമാനും ജനറൽ സെക്രട്ടറിയുമാണ്. പക്ഷേ അവരെ തന്നെ 2 പേരെയും തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു. അക്കാഡമി വിട്ടാലും KSFDCയുടെ ചിത്രാഞ്ജലി ഇങ്ങനെ നശിപ്പിക്കരുത് എന്നൊരു 4 വരി കത്ത് സജി ചെറിയാനോ മുഖ്യമന്ത്രിക്കോ ഷാജിൻ കരുണിനോ ഫെഫ്ക നൽകിയെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കി. അക്കാഡമിക്ക് വിടാം, ബൗദ്ധികമായ സ്ഥലമായതുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ എതിരാളിയായ രഞ്ജിത്ത് ആയതുകൊണ്ട് ഞങ്ങൾ രഞ്ജിത്തിൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഒരു രഹസ്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് എറണാകുളത്തുള്ള പ്രശസ്തനായ ഒരു വക്കീലിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണനെ പരസ്യമായി ഒരുപാട് സ്ഥലങ്ങളിൽ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആക്ഷേപിച്ചതല്ല, 1% പോലും സത്യമല്ല. എന്നോട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വരെ നാണക്കേടുണ്ടാകുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞ് വന്നു. ഞാനപ്പോൾ തന്നെ അഡ്വക്കേറ്റിനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ഒരു പഴയ സുഹൃത്താണ്, ദിനേശാണ് എന്ന് പറഞ്ഞു. ചേട്ടാ പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, എനിക്ക് നിങ്ങളുടെ ഒരു ഇണ്ടാസ്, അത് ഉണ്ണിച്ചേട്ടനെ നിരന്തരമായി ചേട്ടൻ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വന്നു. ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട ഞാൻ എന്ന് വെച്ചാൽ, കാരണം എറണാകുളത്ത് പോകണമല്ലോ, കോടതിയിൽ നിന്നാണല്ലോ വന്നേക്കണേ. പറഞ്ഞു അല്ല, ഉണ്ണിച്ചേട്ടനെ ഒന്നും കളിയാക്കാതിരുന്നാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ചേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയും അഡ്വക്കേറ്റ് എന്നെ വിളിച്ചില്ല, ഞാൻ അഡ്വക്കേറ്റിനെയും വിളിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇനി വല്ല വാറണ്ടും വരുമോ എന്നാണ് എനിക്ക് പേടി. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ണിയെ ഇനി പറയണ്ട എന്ന് തീരുമാനിച്ചു. കാരണം നമ്മൾ നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, ഉണ്ണി ചെയ്യുന്ന തിരുത്തേണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തോമസ് ഐസക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലം മുതൽ സിനിമാക്കാർ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് സബ്സിഡി 10 ലക്ഷമാക്കണമെന്ന്.
നിങ്ങൾ ഈ നക്കാവിച്ച 2 ലക്ഷം രൂപ പിഴയ്ക്കിടുമ്പോൾ ഇട്ട് തരുകയല്ല ചെയ്യേണ്ടത്. 10 ലക്ഷം രൂപ കേരളത്തിൽ ചിത്രീകരിക്കുന്ന ഒരു സിനിമയ്ക്ക് തരണം. കാരണം കോടികളാണ് ഇപ്പോൾ സിനിമയ്ക്ക് ചിലവാകുന്നത് എന്ന് പറഞ്ഞിട്ട് തോമസ് ഐസക് ഇട്ട് ചവിട്ടി പിടിച്ച് അദ്ദേഹത്തിൻ്റെ സമർത്ഥമായ താടിക്കടയിലൂടെ കൗതുകരമായി ചിരിയൊക്കെ ചിരിച്ച് നോക്കാം, പാർக்கலாம் എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ടു. ഞാൻ കേൾക്കട്ടെ, ഫെഫ്കയ്ക്ക് ഇതിലേക്ക് ഉത്തരവാദിത്വമില്ല. അതാ ലൈറ്റ് ബോയുടെ മൂത്രത്തിൻ്റെ മഞ്ഞ നിറം വന്നാൽ, അല്ലെങ്കിൽ ഒരാളിന് സിനിമാ സെറ്റിൽ ഷൂട്ടിങ്ങിന് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ. അവരുടെ കാര്യം അന്വേഷിക്കണം, ട്രേഡ് യൂണിയനല്ലേ. ഉണ്ണികൃഷ്ണൻ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ലൈറ്റിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കമ്പനിയുള്ളത്. അവർ പറയുന്നത് ഞങ്ങളുടെ ബാറ്റിയൊക്കെ തരായിരുന്ന കൃത്യമായിട്ട് ഇപ്പോൾ ഉണ്ണി സാർ ഇടപെടുന്നുണ്ട്, കിട്ടുന്നുണ്ട്. നല്ലത്. കാരണം അങ്ങനെ കൃത്യമായി കൊടുക്കാത്തതുകൊണ്ടാണല്ലോ മാറ്റയെ ഒതുക്കി വെച്ചിട്ട് ഫെഫ്ക തുടങ്ങേണ്ടി വന്നത്. പ്രൊഡ്യൂസർമാരാണ് ഫെഫ്ക ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയും. കാരണം അവർ കൃത്യതയോട് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഫെഫ്ക വരില്ലായിരുന്നു. ഇപ്പോൾ അവർ പുലിവാല് പിടിച്ച് നടക്കുകയാണ്. കാരണം ഫെഫ്കയുടെ പേപ്പർ കണ്ടാൽ തീർച്ചയായിട്ടും അവർ അതിന് കൃത്യമായ മറുപടി കൊടുത്തില്ല എങ്കിൽ വിവരം അറിയുന്നവർക്ക് തന്നെ അറിയാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, അത് മാത്രമല്ലല്ലോ സിബിമലയിൽ ഉണ്ണികൃഷ, ഫെഫ്ക എന്ന് പറയുന്ന സംഘടന, ട്രേഡ് യൂണിയൻ സിനിമയുടെ സമഗ്രമായ സംഭാവനയ്ക്ക് കൂടി നിൽക്കണം. ഈ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ, ഉണ്ണികൃഷ്ണന് നല്ല ബന്ധമുള്ള മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ 10 ലക്ഷം രൂപ സബ്സിഡി അനുവദിക്കാനുള്ള എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് ഒരു കത്തെങ്കിലും അയക്കണം. നടന്നില്ലേ പോട്ടെ, നിങ്ങളൊരു കത്തെങ്കിലും അയക്കാനുള്ള ആർജവം കാണിക്കണമെന്ന് ഉണ്ണികൃഷ്ണനോട് പറഞ്ഞുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ നിങ്ങളെപ്പറ്റി വ്യക്തിപരമായി എൻ്റെ ഇപ്പോഴും നിങ്ങൾ നല്ല സുഹൃത്താണ്. എന്നെ ചതിച്ചതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒഴിവാക്കി എന്നുള്ള, അല്ലാതെ നിങ്ങളോട് ഒരു വിരോധവും ഇല്ല എന്ന് മാത്രമല്ല, വീണ്ടും അടിച്ചു പറയുന്നു ഫെഫ്ക കൊണ്ടു കിടക്കാൻ ഉണ്ണികൃഷ്ണനെ കഴിയുള്ളൂ. അല്ല, സിബിമലയിലിനെ പോലെ പ്രസിഡന്റുമാർ എത്ര പേരെ വേണമെങ്കിലും കിട്ടും. കാരണം വായില കുന്നിലപ്പനെ പോലെ ഇരുന്നാൽ മതിയല്ലോ. പക്ഷേ ഉണ്ണികൃഷ്ണനെ പോലെ ആർജവമുള്ള ഒരാൾ തന്നെയാണ് ഫെഫ്ക ഭരിക്കേണ്ടത്. ഉണ്ണികൃഷ്ണൻ ഒരു നല്ല ഒരാളിനെ പിൻഗാമിയായിട്ട് പഠിപ്പിച്ചെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ തീർച്ചയായിട്ടും ഫെഫ്കയുടെ ഒരു അസറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും സബ്സിഡി ഒരു 10 ലക്ഷം ആക്കാനുള്ള ശ്രമം നിർമ്മാതാക്കളെ കൂടെ പോയി. ഈ നിർമ്മാതാക്കളുടെ സംഘടന പോലും അനങ്ങുന്നില്ല എന്നുള്ളതാണ്. തിയേറ്ററുകാരൊന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് കറണ്ടിൻ്റെ പൈസ ഫ്രീ ആക്കി തരണമെന്നൊക്കെ പറഞ്ഞ് വാചടിക്കുന്നുണ്ട്. ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ ചെന്ന് പറയണ്ടേ, കേരളത്തിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയ്ക്ക് സെൻസറിങ് കഴിയുമ്പോൾ 10 ലക്ഷം രൂപ തരണം എന്ന് പറയണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ചെയ്യുന്ന സിനിമയ്ക്കെങ്കിലും തരണമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ ബെന്നി ആശംസയൊക്കെ പോലുള്ള ചെറിയ സിനിമകൾ എടുക്കുന്ന, മനോജ് കാനയൊക്കെ പോലുള്ള ചെറിയ സിനിമകൾ എടുക്കുന്ന ആൾക്കാർക്ക് അതൊരു ആശ്വാസമാകും. എത്രയും പെട്ടെന്ന് 10 ലക്ഷം ആക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറയണം. കാരണം തിയേറ്ററുകളിൽ നിന്ന് ഒരുപാട് കളക്ഷൻ ഉണ്ടാക്കിയ പടങ്ങളിൽ നിന്ന് ഒരുപാട് പൈസ ചിത്രാഞ്ജലി KSFDCക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 10 ലക്ഷം രൂപ സബ്സിഡി ആക്കണമെന്ന് പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ചിത്രാഞ്ജലിയിൽ നടക്കുന്ന ഈ മരമുറി അന്വേഷിക്കണം. അതിപ്പോൾ ഏതെങ്കിലും വിവരാവശ്യം വഴി പേപ്പർ എടുത്തിട്ട് ആരെങ്കിലും ഒരു കേസ് കൊടുത്ത് MDക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. MDക്കും ചെയർമാനും എതിരെ കൊടുക്കണം, രണ്ടും കയറട്ടെന്നേ. ആക്രി വിലയ്ക്ക് ചിത്രാഞ്ജലിയിൽ ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ച് വിൽക്കുന്നത് ശരിയല്ല. ആഞ്ഞിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിശ്ചയമായ വിലയ്ക്ക് 1200-ലധികം മരങ്ങൾ ഇങ്ങനെ കൊടുക്കാമെന്ന്, 4 ലക്ഷം രൂപയ്ക്ക് ആക്രി വിലയ്ക്ക് വിൽക്കുകയെന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, KB ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് മന്ത്രിയാക്കാൻ പിണറായി വിജയൻ അങ്ങനെ ഇങ്ങനെയൊന്നും അനങ്ങുന്ന ആളല്ല. എങ്കിൽ പോലും ഞാൻ പറയുന്നു, സജി ചെറിയാൻ്റെ ഈ തിരക്കിനിടയിൽ, ഫിഷറീസും ഒക്കെ കൊണ്ട് കിടക്കുന്ന, സാംസ്കാരിക വകുപ്പ് മൊത്തം കൊണ്ട് കിടക്കുന്നതിനിടയിൽ സിനിമാ വകുപ്പ് മാത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി KB ഗണേഷ് കുമാറിന് കൊടുത്ത് 2.5 വർഷക്കാലം കൊണ്ട് വീണ്ടും സിനിമാ രംഗം എന്തൊക്കെ മാറ്റങ്ങൾ ഗണേശൻ വരുത്തുമെന്ന് അങ്ങ് കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അടുത്ത 5 വർഷക്കാലം സിനിമാ വകുപ്പ് മന്ത്രിയായിട്ട് ഗണേശന് വിലസാൻ പറ്റുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല ഇത് ചെയ്തിരിക്കുന്നത്. തിരുത്തേണ്ട കാര്യങ്ങളാണ്. കൊള്ളയടിക്കുന്ന കാര്യങ്ങൾ തിരുത്തണം. ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ തിരുത്തണം എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ചെയ്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.